ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മെൻ്റർ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. പബ്ലിക് എക്സാമിന് ഒരു 4 മാർക്കിനോ മാക്സിമം പോയാൽ 5 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരും. ഈ ചാപ്റ്ററിൽ ഹീറ്റ്, ടെമ്പറേച്ചർ, തെർമൽ എക്സ്പാൻഷൻ, അതേപോലെ ഹീറ്റ് കപ്പാസിറ്റി, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ മുതലായ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. ഓക്കെ, ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് ടെമ്പറേച്ചർ, എന്താണ് ഹീറ്റ് എന്നുള്ളതാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പഠിച്ചു നോക്കുക. ഇറ്റ് ഈസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഓക്കെ, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ചൂട് ചായ, നമ്മളതിൻ്റെ ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് അത് ഹോട്ടാണോ കോൾഡാണോ എന്ന് പറയാം. തൊട്ടാൽ കൈയെടുക്കാൻ തോന്നുന്ന തണുപ്പ് ഈ ഐസ് കട്ടൊക്കെ ഉണ്ട്. അപ്പോഴും അതും നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് ചൂടും തണുപ്പും തീരുമാനിക്കുന്നത്. സോ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡിയാണ് ടെമ്പറേച്ചർ. അതിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. ഓക്കെ, ദെൻ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയാണ്. അതായത് ടെമ്പറേച്ചർ കൂടിയ ബോഡിയിൽ നിന്ന് കുറഞ്ഞ ബോഡി, ചൂടുവെള്ളം മേശപ്പുറത്ത് വെച്ചാൽ ആ വെള്ളമാണ് ഹോട്ട് ബോഡി, അറ്റ്മോസ്ഫിയർ കോൾഡ് ബോഡി. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യും, അതാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് എന്ന് പറയുന്നത് ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി. ഹീറ്റിൻ്റെ SI യൂണിറ്റ് ജൂളാണ്, CGS യൂണിറ്റ് കലോറിയാണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണം നമുക്ക് എല്ലാവർക്കും അറിയാം. തെർമോമീറ്റർ ഉപയോഗിച്ചാണ് ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുക. തെർമോമീറ്ററുകളിൽ ടെമ്പറേച്ചർ മാർക്ക് ചെയ്തിരിക്കുന്ന വ്യത്യസ്ത സ്കെയിലുകൾ, നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്ത സ്കെയിലുകൾ ഏതൊക്കെയാണ്? സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. സെൽഷ്യസ് സ്കെയിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ മെഷർ ചെയ്യും. ഫാരൻഹീറ്റ് സ്കെയിലിൽ ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയിലിൽ കെൽവിൻ എന്നുള്ള യൂണിറ്റ്. കെൽവിൻ സ്കെയിലിന് അബ്സല്യൂട്ട് സ്കെയിൽ എന്നും പേരുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് എല്ലാ തെർമോമീറ്ററുകളിലും 2 ഫിക്സഡ് ടെമ്പറേച്ചറുകൾ മാർക്ക് ചെയ്ത് കാണും. 2 റെഫറൻസ് ടെമ്പറേച്ചറുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ലോവർ ഫിക്സഡ് പോയിന്റ്, മറ്റൊന്ന് അപ്പർ ഫിക്സഡ് പോയിന്റ്. ലോവർ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഐസ് പോയിന്റ് എന്ന് പറയും, അഥവാ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. അപ്പർ ഫിക്സഡ് പോയിന്റ് എന്നത് സ്റ്റീം പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറാണ്. എല്ലാ തെർമോമീറ്ററുകളിലും 2 ഫിക്സഡ് വാല്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ഐസ് പോയിന്റ്, മറ്റൊന്ന് സ്റ്റീം പോയിന്റ്. ഐസ് പോയിന്റ് ഐസ് ഉരുകുന്ന ടെമ്പറേച്ചർ, സ്റ്റീം പോയിന്റ് വെള്ളം തിളക്കുന്ന ടെമ്പറേച്ചർ. ഓരോ സ്കെയിലുകളും നോക്കിക്കഴിഞ്ഞാൽ നോക്കണം, ഓരോ സ്കെയിലിലും ഈ ഐസ് പോയിന്റ്, സ്റ്റീം പോയിന്റിൻ്റെയൊക്കെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി, ഈ ഐസ് പോയിന്റും സ്റ്റീം പോയിന്റിനോടൊപ്പം നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു ടെമ്പറേച്ചറാണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന ടെമ്പറേച്ചർ. അതായത് കെൽവിൻ സ്കെയിലിലെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. ഇതാണ് കെൽവിൻ സ്കെയിലിലെ 0 കെൽവിൻ ആണ് അബ്സല്യൂട്ട് 0. ഐസ് പോയിന്റ് ശ്രദ്ധിക്കണം, ഐസ് പോയിന്റ് കെൽവിൻ സ്കെയിൽ 273 കെൽവിൻ. അക്യുറേറ്റ്ലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് 273.15 കെൽവിൻ. സ്റ്റീം പോയിന്റ് 373.15 എന്നാണ് കൃത്യമായ വാല്യൂ. ഇനി സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ്, സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അതേപോലെ അപ്പോൾ ഈ 3 ടെമ്പറേച്ചറുകൾ 3 സ്കെയിലിലും ഒന്ന് നോക്കി വെക്കണം. ബൈഹാർട്ട് ആക്കണം എന്ന് ഞാൻ പറയില്ല, എന്നാൽ ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും സെൽഷ്യസിലും അതേപോലെ കെൽവിൻ സ്കെയിലിലും ബൈഹാർട്ട് ആക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ 3 ടെമ്പറേച്ചറുകൾ ഓരോ സ്കെയിലിലെയും വാല്യൂസ് എക്സാമിന് വരാറുണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് സൂചിപ്പിക്കും. ഇനി ഒരു സ്കെയിലിൽ തന്ന ടെമ്പറേച്ചറിനെ വേറൊരു സ്കെയിലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതിനുള്ള റിലേഷനാണ് C-0/100. C-0 എന്നാവുമ്പോൾ C എന്ന് മാത്രം എഴുതിയാലും മതി. F-32/180 = K-273 എന്ന് എഴുതിയാലും മതി. 0.15 നിർബന്ധമല്ല, /100. അതായത് C എന്ന് പറഞ്ഞാൽ സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ, F എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ, K എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ തന്ന് ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ ഈ 2 റിലേഷൻ വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഫാരൻഹീറ്റ് സ്കെയിലിൽ തന്നിട്ട് കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഈ റിലേഷൻ ഉപയോഗിച്ച് ചെയ്യണം.
ഇങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു സ്കെയിലിൽ തന്ന ടെമ്പറേച്ചറിനെ മറ്റൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. റിലേഷൻ മറക്കരുത്. C/100 is equal to F minus 32/180 is equal to K minus 273/100. ഓക്കെ, ദെൻ എന്താ നോക്കൂ ഒരു ക്വസ്റ്റ്യൻ. നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. വാട്ട് ഈസ് ഇസ് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ? ഫാരൻഹീറ്റ് സ്കെയിൽ തന്ന വാല്യൂവിനെ സെൽഷ്യസ് സ്കെയിലിലേക്ക് മാറ്റാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ എഴുതുക. C/100 ഈക്വൽസ് F minus 32/180. C ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, C/100 ഈക്വൽസ് F എന്ന് പറഞ്ഞാൽ 98.6 ആണ്, -32 ഡിവൈഡഡ് ബൈ 180 എന്ന് വരും. അപ്പോൾ C is equal to 98.6 minus 32 divided by 180 into 100 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും, നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ് പുതിയ ടോപ്പിക്ക്. ഇപ്പോൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്നുള്ള ഭാഗം സെറ്റായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവിടെ ടെമ്പറേച്ചർ ഒരു സ്കെയിലിൽ നിന്ന് മറ്റൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. യെസ്, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. തെർമൽ എക്സ്പാൻഷൻ. എന്താണ് തെർമൽ എക്സ്പാൻഷൻ? ഒന്നുമില്ല, ചൂടാക്കുമ്പോൾ ഒട്ടുമിക്ക വസ്തുക്കളും എക്സ്പാൻഡ് ചെയ്യും, തണുക്കുമ്പോൾ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് തെർമൽ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ ഓഫ് മെറ്റീരിയൽസ് ഓൺ ഹീറ്റിംഗ്, ഓർ അല്ലെങ്കിൽ എങ്ങനെയും പറയാം, ഇൻക്രീസ് ഇൻ ഡയമെൻഷൻസ് ഓൺ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡയമെൻഷൻസ് കൂടുക. 3 തരം തെർമൽ എക്സ്പാൻഷനാണ് വസ്തുക്കൾക്ക് സാധാരണ ഉണ്ടാവുക. ചൂടാകുമ്പോൾ ലെങ്ത് കൂടുകയാണെങ്കിൽ നമ്മൾ പറയും ലീനിയർ എക്സ്പാൻഷൻ. ഏരിയ കൂടുകയാണെങ്കിൽ നമ്മൾ പറയും ഏരിയൽ എക്സ്പാൻഷൻ. വോള്യൂം കൂടുമ്പോൾ നമ്മൾ പറയും വോള്യൂം എക്സ്പാൻഷൻ. 3 തരം തെർമൽ എക്സ്പാൻഷൻ. ഈ 3 തരം തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോ കോയിഫിഷ്യൻറ്റുകളെ പറ്റി പഠിക്കണം. നോക്കടാ, ഇത് ഒരു റോഡാണ്. ഈ റോഡിൻ്റെ നീളം L. ചൂടാക്കിയപ്പോൾ അതിൻ്റെ നീളം കൂടി. ഇത്രയുമാണ് ലെങ്ത് കൂടിയത്. എത്ര കൂടിയ നീളം? ΔL. എത്രത്തോളമാണ് ടെമ്പറേച്ചർ കൂടിയത്? ആ ടെമ്പറേച്ചറിലെ ചേഞ്ചിനെ ΔT എന്ന് വിളിക്കും. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു ഷീറ്റാണ്. ആ ഷീറ്റിൻ്റെ ഏരിയയെ ചൂടാക്കിയപ്പോൾ ഏരിയ കൂടി. ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് കൂടിയ ഏരിയ, ഇൻക്രീസ് ഇൻ ഏരിയ. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം അത് ΔA. ടെമ്പറേച്ചർ കൂടി. എത്ര ടെമ്പറേച്ചർ കൂടിയത്? ΔT. നോക്കണം, ഇതൊരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൻ്റെ വോള്യൂം V ആണ്. ഇനി ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ വോള്യൂം ചേഞ്ച് ചെയ്തു. ചേഞ്ച് ഇൻ വോള്യൂം ΔV, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ΔT. ഇനി എന്താ പഠിക്കേണ്ടത്? ഈ ഓരോ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കോയിഫിഷ്യൻറ്റുകളെ പറ്റി പഠിക്കണം. ആദ്യം ഇവിടെ ആൽഫ L, അതേപോലെ ഇവിടെ ആൽഫ A, ഇത് ആൽഫ V. എന്താണ് ആൽഫ L എന്ന് പറഞ്ഞാൽ? കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ എന്തായിരിക്കും ആൽഫ A എന്ന് പറഞ്ഞാൽ? കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. ഏരിയൽ എക്സ്പാൻഷൻ. എന്താ ആൽഫ V എന്ന് പറഞ്ഞാൽ? കോഎഫിഷ്യൻ്റ് ഓഫ് വോള്യൂം എക്സ്പാൻഷൻ. 3ൻ്റെയും ഫോർമുല ബൈ ഹാർട്ടാക്ക്. ഒന്ന് പഠിച്ചാൽ മതി, ബാക്കി 2 എളുപ്പം എഴുതാം. ആൽഫ L ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ആൽഫ A എന്താ ഇക്വേഷൻ പറ? ഇൻക്രീസ് ഇൻ ഏരിയ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ആൽഫ V ഇൻക്രീസ് ഇൻ വോള്യൂം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോള്യൂം ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, എല്ലാവരുടെയും ഈ 3 കോയിഫിഷ്യൻറ്റിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ആൽഫ L, ആൽഫ A ആൻഡ് ആൽഫ V, യൂണിറ്റ് കെൽവിൻ റൈസ് ടു -1. ഓക്കെ, ΔL/L ലെങ്ത്തിൻ്റെ യൂണിറ്റ് കട്ടായി പോകും, പിന്നെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് മാത്രം. ഇവിടെ അതേപോലെ. അപ്പോൾ എല്ലാ കോയിഫിഷ്യൻറ്റിൻ്റെയും യൂണിറ്റ് കെൽവിൻ റൈസ് ടു -1. ഓക്കെ, 3 തരം തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് ഈ 3 കോയിഫിഷ്യൻറ്റുകളുടെ ഫോർമുല നിർബന്ധമായും മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂണിറ്റും നോട്ട് ചെയ്ത് വെക്കുക. ദെൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആൽഫയുടെ വാല്യൂ, ആൽഫ എന്ന് പറയുന്ന വാല്യൂ, ആ കോയിഫിഷ്യൻറ്റ് ഓരോ മെറ്റീരിയലുകൾക്കും ഓരോരോ വാല്യൂസ് ആയിരിക്കും ആൽഫയ്ക്ക്. ഇപ്പം അയേണിന് ഒരു ആൽഫ L, കോപ്പറിന് വേറൊരു ആൽഫ Lൻ്റെ വാല്യൂ.
ഓക്കെ, അതേപോലെ വാട്ടറിന് ആൽഫ വിക്ക് ഒരു വാല്യൂ, മെർക്കുറിക്ക് വേറെ വാല്യൂ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് ആയിരിക്കും ഈ കോയിഫിഷ്യൻറ്റിന്. രണ്ട് മെറ്റീരിയൽ എടുക്കാം. ഒരാൾക്ക് ആൽഫയുടെ വാല്യൂ ആൽഫ എൽ, ആൽഫ എ, ഒരു ആൽഫ വി ഏതോ ആവട്ടെ. ആൽഫയുടെ വാല്യൂ ഒരാൾക്ക് കൂടുതലാണ്, ഒരാൾക്ക് കുറവാണ്. എന്താ അതിൻ്റെ മീനിങ്? ആൽഫയുടെ വാല്യൂ കൂടിയ ആൾക്ക് എക്സ്പാൻഷൻ കൂടും, ആൽഫയുടെ വാല്യൂ കുറഞ്ഞ ആൾക്ക് എക്സ്പാൻഷൻ കുറയും. ആൽഫയുടെ വാല്യൂ വളരെ കുറവാണെങ്കിലോ അയാളെ ചൂടാക്കിയാൽ കാര്യമായ എക്സ്പാൻഷനേ ഉണ്ടാവില്ല. നോക്കട്ടെ, ഗ്രേറ്റർ ദി വാല്യൂ ഓഫ് ആൽഫ ഗ്രേറ്റർ വിൽ ബി ദി എക്സ്പാൻഷൻ. ആൽഫ കൂടിയാൽ എക്സ്പാൻഷൻ കൂടും. ദെൻ ആൽഫ എല്ലിൻ്റെ വാല്യൂ വളരെ ചെറുതാണ്, വളരെ കുറവാണ്. രണ്ട് മെറ്റീരിയലുകൾക്ക് പുസ്തകത്തിൽ പറയുന്ന രണ്ട് എക്സാമ്പിളുകൾ പറയാം. ഒന്ന് പൈറക്സ് ഗ്ലാസ്, അതേപോലെ ഇൻവാർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അലോയ്. ഈ ഇൻവാർ എന്ന് പറയുന്ന അലോയും പൈറക്സ് ഗ്ലാസും ചൂടാക്കിയാൽ എക്സ്പാൻഷൻ ഉണ്ടാവില്ല. അതാണ് ആൽഫ എല്ലിൻ്റെ വാല്യൂ വളരെ കുറവ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ പൈറക്സ് ഗ്ലാസുകൾ ഉപയോഗിച്ചാണ് ടെസ്റ്റ് ട്യൂബും ബീക്കറൊക്കെ ഉണ്ടാക്കുന്നത്. ടെസ്റ്റ് ട്യൂബിലൊക്കെ ലിക്വിഡ് സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ ചൂടാക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിന് എക്സ്പാൻഷൻ ഉണ്ടാവില്ല. അതുണ്ടാവാത്ത ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്നത് പൈറക്സ് ഗ്ലാസ്, ബ്രാൻഡ് നെയിമാണ്. ഓക്കെ, അതേപോലെ ഇൻവാർ എന്ന അലോയ് ഉപയോഗിച്ചാണ് പെൻഡുലം ക്ലോക്കുകളുടെ പെൻഡുലം ഉണ്ടാക്കുക. ചൂട് കാലത്ത് ആ ടെമ്പറേച്ചർ കൂടിയ സാഹചര്യത്തിൽ പെൻഡുലത്തിന് എക്സ്പാൻഷൻ ഉണ്ടാവില്ല. പെൻഡുലത്തിന് എക്സ്പാൻഷൻ ഉണ്ടായി പെൻഡുലത്തിൻ്റെ നീളത്തിൽ ചേഞ്ച് വന്നാൽ അത് അതിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷനെ ബാധിക്കുകയും ക്ലോക്ക് സ്ലോ ആവുകയും ചെയ്യും. അപ്പോൾ ചൂട് കാലത്ത് പെൻഡുലത്തിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാവാതിരിക്കാൻ എക്സ്പാൻഷൻ കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് പെൻഡുലം ഉണ്ടാക്കുക. ഏതാ മെറ്റീരിയൽ? ഇൻവാർ. എക്സാമിൻ്റെ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇൻവാർ ഉപയോഗിക്കുന്നു എന്നത്. ഉത്തരം ആൽഫ എൽ ഈസ് നെഗ്ലിജിബിൾ എന്നതാണ്. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിൽ കാര്യമായ ഒരു ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല. ആകെയുള്ളത് രണ്ട് പ്രൂഫാണ്. അതായത് ഈ റേഷ്യോ ആൽഫ എൽ, ആൽഫ എ, ആൽഫ വി മൂന്നും തമ്മിലുള്ള റേഷ്യോ 1:2:3 ആയിരിക്കും. ഒരു മെറ്റീരിയൽ എടുത്തോളൂ, ഇപ്പോൾ അയേൺ ആയിക്കോട്ടെ. അയേണിൻ്റെ ആൽഫ എൽ, ആൽഫ എ, ആൽഫ വി മൂന്നും തമ്മിലുള്ള റേഷ്യോ 1:2:3. അഥവാ ആൽഫ എല്ലിൻ്റെ ഡബിളാണ് ആൽഫ എ, ആൽഫ എല്ലിൻ്റെ ത്രിബിളാണ് ആൽഫ വി. ഇത് പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് ആൽഫ എ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ആൽഫ എൽ എന്ന് പ്രൂവ് ചെയ്യുക? ആദ്യം ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ക്വയർ ഇങ്ങനെ വരയ്ക്കാം. സ്ക്വയറിൻ്റെ സൈഡ് എൽ. ഇത് ചൂടാക്കിയപ്പോൾ ഈ സ്ക്വയറിന് എന്തുണ്ടായി? എക്സ്പാൻഷൻ ഉണ്ടായി. എക്സ്പാൻഷൻ ഉണ്ടാവുമ്പോൾ ആ സ്ക്വയർ ഞാനിതാ ഈ രൂപത്തിൽ വരച്ചു. ഇപ്പോൾ ഈ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടായ ആ സ്ക്വയറിൻ്റെ നീളം എൽ പ്ലസ് ഡെൽറ്റ എൽ. ആദ്യം ലെങ്ത് എൽ, ഇപ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ. അതേപോലെ ഇവിടെ നിങ്ങളൊരു ക്യൂബാണ് വരക്കേണ്ടത്. ഒരു ക്യൂബ്, ആ ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എൽ ആയിരുന്നു. ഓക്കെ, സൈഡ് എൽ. ഇനി ചൂടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ക്യൂബിന് എക്സ്പാൻഷൻ ഉണ്ടായി. പുതിയ ആ ക്യൂബിൻ്റെ നീളം എന്ന് പറയുന്നത്, ക്യൂബിൻ്റെ പുതിയ നീളം എന്ന് പറയുന്നത് ഇതാണ്. പുതിയ ക്യൂബ് എന്ന് കരുതുക, എക്സ്പാൻഷൻ ഉണ്ടായ ക്യൂബ്. ആ ക്യൂബിൻ്റെ നീളം എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ. ഇവിടെ ഒരു സ്ക്വയർ, അവിടെ ഒരു ക്യൂബ്, അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആൽഫ എയുടെ ഫോർമുല എഴുതുക. ആൽഫ എ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി എന്നാണല്ലോ. ഓക്കെ, എങ്ങനെയാണ് ഡെൽറ്റ എ കാണുക? ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയർ അല്ലേ, എൽ ആണ് സൈഡ്, അപ്പോൾ ഏരിയ എൽ സ്ക്വയർ. ഫൈനൽ ഏരിയ എൽ പ്ലസ് ഡെൽറ്റ എൽ ദി ഹോൾ സ്ക്വയർ. ഫൈനൽ ഏരിയ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ, ഇനീഷ്യൽ ഏരിയ എൽ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, ഡിനോമിനേറ്റർ എഴുതാൻ നമ്മൾ വിട്ടുപോയി, ഡിനോമിനേറ്ററും കൂടി എഴുതാം. നേരത്തെ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കണം, ഇവിടെ ഡിവൈഡഡ് ബൈ ഏരിയ, ഇനീഷ്യൽ ഏരിയ എൽ സ്ക്വയർ പിന്നെ ഡെൽറ്റ ടി. ന്യൂമറേറ്റർ ബാക്കി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പറയും എ സ്ക്വയർ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ ആകുമ്പോൾ ഇങ്ങനെ എഴുതി പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, കഴിഞ്ഞു. എൽ സ്ക്വയർ കട്ട് ചെയ്തു പോയി. ഡെൽറ്റ എൽ എന്നതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. കാരണം ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ഒക്കെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് വളരെ ചെറിയ വാല്യൂ. അത് നെഗ്ലക്റ്റ് ചെയ്താൽ ബാക്കി 2l, ബാക്കി എന്താ വരിക പറ, 2l ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഡെൽറ്റ ടി. ഇവിടുന്ന് എൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 ഇൻറ്റു ആൽഫ എൽ എന്ന് കിട്ടും. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
അത് സ്ക്വയർ ആണെങ്കിൽ ഇത് ക്യൂബാണ്. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ആൽഫ വിയുടെ ഇക്വേഷൻ എഴുതുക. എന്താ ആൽഫ വി പറയടാ? ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി. എങ്ങനെയാണ് ഡെൽറ്റ വി കാണുക? ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം. ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വോള്യം ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, എ പ്ലസ് ബി ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാലോ. എങ്ങനെയാ പറ? എൽ ക്യൂബ് പ്ലസ് 3l സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് 3l ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ് മൈനസ് എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ എൽ ക്യൂബ് ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ എൽ ക്യൂബ് കട്ട് ചെയ്തു പോവും. ഈ രണ്ട് ടേമുകളെയും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും, കാരണം ആ രണ്ട് ടേമും വളരെ ചെറുതായിരിക്കും. അപ്പോൾ ബാക്കി വരുന്ന എന്താ പറയും? 3l സ്ക്വയർ ഡെൽറ്റ എൽ ബൈ എൽ ക്യൂബ് ഡെൽറ്റ ടി. അങ്ങനെ വരുമ്പോൾ എൽ സ്ക്വയർ കട്ട് ചെയ്തു പോയാൽ 3 ടൈംസ് ആൽഫ എൽ എന്ന് വരും. ഇതൊന്ന് എഴുതി പഠിക്കണം. ഇത് 3 മാർക്കിന് വരെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാതെ വേറൊരു ഡെറിവേഷനോ പ്രൂഫോ ഈ ചാപ്റ്ററിൽ നമുക്ക് വേറെ പഠിക്കാനുമില്ല. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്, വെള്ളത്തിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ. മറ്റു വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് വെള്ളത്തിൻ്റെ എക്സ്പാൻഷൻ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ വെള്ളത്തെ ചൂടാക്കിയാൽ, സാധാരണ വസ്തുക്കളൊക്കെ ചൂടാക്കിയാൽ വോള്യങ്ങൾ കൂടുക, എക്സ്പാൻഷൻ ഉണ്ടാവുക. ചൂടാക്കുന്നത് മുതൽ ഇതങ്ങനെയല്ല. 0 മുതൽ 4 ഡിഗ്രി വരെ വോള്യം കുറയും, പിന്നെ കൂടും. 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ വെള്ളത്തിൻ്റെ വോള്യം കുറയും, പിന്നെ കൂടും. അപ്പോൾ ഡെൻസിറ്റിയോ 0 മുതൽ 4 ഡിഗ്രി വരെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടും, പിന്നെ കുറയും. ഇതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഇനി എൻ്റെ ഗ്രാഫ് ശ്രദ്ധിക്കണം. ഇത് വോള്യവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. ആദ്യം 4 ഡിഗ്രി വരെ കുറഞ്ഞിട്ട് പിന്നെ കൂടും. 4 ഡിഗ്രിയിലാണ് ഏറ്റവും ചെറിയ വോള്യം. ഡെൻസിറ്റിയുടെ ഗ്രാഫ് കൂടിയിട്ട് കുറയുക ചെയ്യുക. 4 ഡിഗ്രിയിലാണ്, ശ്രദ്ധിക്കണം, 4 ഡിഗ്രിയിലാണ് ഏറ്റവും വലിയ ഡെൻസിറ്റി. ശ്രദ്ധിക്കണേ, 4 ഡിഗ്രി വാട്ടറിന് മിനിമം വോള്യം മാക്സിമം ഡെൻസിറ്റിയും 4 ഡിഗ്രിയിലാണ്. ആവർത്തിച്ചുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ വെള്ളത്തിൻ്റെ ഈ ഒരു പ്രത്യേക എക്സ്പാൻഷൻ കാരണം എന്താണ് അഡ്വാൻറ്റേജ്? ശ്രദ്ധിക്കുക, തണുത്ത പ്രദേശങ്ങളിലെ തടാകങ്ങളിലെ വെള്ളം ഐസാകുമ്പോൾ ആ ഫ്രീസിങ് നടക്കുക, വെള്ളം ഐസാകുക ടോപ്പിലാണ്. ആ ഫ്രീസിങ് തുടങ്ങുക മുകളിൽ നിന്ന് അല്പം താഴോട്ട്. മുകൾ ഭാഗം മാത്രമേ ഐസാവൂ, താഴെ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിലെ ജീവജാലങ്ങൾക്ക് യാതൊരു പ്രയാസവും നിലനിൽക്കാൻ ഉണ്ടാവില്ല. അത് വെള്ളത്തിൻ്റെ ഈ സ്വഭാവം കാരണമാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ അക്വാറ്റിക് ഓർഗാനിസം, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഫ്രീസിങ്ങിൽ നിന്നൊരു അവരുടെ നിലനിൽപ്പിന് ഭീഷണിയില്ല. അവർ ഫ്രീസ് ആവാതെ അവർക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു വെള്ളത്തിൻ്റെ ഈ സ്വഭാവം കാരണം. അപ്പോൾ അഡ്വാൻറ്റേജ് ചോദിക്കും. അക്വാറ്റിക് ഓർഗാനിസംസ് ഇൻ കോൾഡ് റീജിയൻ ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഫ്രീസിങ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതിൻ്റെ ഒരു വിശദീകരണം താഴെ കൊടുത്തത് പറ്റുമെങ്കിൽ നോക്കിയാൽ നിർബന്ധമല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ, വെള്ളത്തിൻ്റെ ഈ എക്സ്പാൻഷൻ കാരണം 0 ഡിഗ്രി വെള്ളം ഏറ്റവും മുകളിൽ എത്തും, 4 ഡിഗ്രി വെള്ളം താഴെ എത്തും. എന്തുകൊണ്ട്? 4 ഡിഗ്രിയിലല്ലേ വാട്ടറിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഏറ്റവും കൂടിയ വെള്ളം താഴെയല്ലേ ഉണ്ടാവുക. അപ്പോൾ 4 ഡിഗ്രി വെള്ളം താഴെ എത്തും, അതിന് മുകളിൽ 3 ഡിഗ്രി വെള്ളം, പിന്നെ 2 ഡിഗ്രി അതിന് മുകളിൽ, 1 ഡിഗ്രി അതിനു മുകളിൽ, 0 ഡിഗ്രി ഏറ്റവും മുകളിൽ. 0 ഡിഗ്രിയിലല്ലേ വെള്ളം ഐസാവുന്നത്. അപ്പോൾ ആ ഫ്രീസിങ് നടക്കുക ടോപ്പിലാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഈ ഭാഗത്തുനിന്ന് ആൽഫ എൽ ലീനിയർ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിച്ചേക്കാം. അപ്പോൾ നോക്ക്, എ സ്റ്റീൽ ബീം ഓഫ് ലെങ്ത് 5 meter is kept at a temperature of 20 degrees Celsius. On a hot day, temperature rises to 40 degrees Celsius. What is the change in length due to thermal expansion? Coefficient of linear expansion of steel is 1.2 into 10 raised to minus 5. നോക്കട്ടെ, ആൽഫ എൽ എന്താണ്? ആൽഫ എൽ കാണാനുള്ള ഫോർമുല ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. നമ്മളോട് സ്റ്റീൽ ബാറിൻ്റെ ലെങ്ത് തന്നു, അതിൻ്റെ ടെമ്പറേച്ചറും തന്നു. ചൂട് കൂടിയ ദിവസം ടെമ്പറേച്ചർ 40 ഡിഗ്രി ആയി ഉയർന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കാണേണ്ടത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ അല്ലേ. അപ്പോൾ ഡെൽറ്റ എൽ അവിടെ നിർത്തി ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ ആൽഫ എൽ ഉണ്ട്, പിന്നെ എൽ, പിന്നെ ഡെൽറ്റ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ എല്ലിൻ്റെ വാല്യൂ പറ 1.2 into 10 raised to minus 5. പെർ ഡിഗ്രി സെൽഷ്യസിനെ ഇനി കെൽവിനിലേക്കൊന്നും മാറ്റണ്ട, അത് തന്നെ വാല്യൂ. പിന്നെ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. 20 നിന്ന് 40 എത്തുമ്പോൾ 20 അല്ലേ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതും കെൽവിനിലേക്ക് മാറ്റൊന്നും വേണ്ട, സെൽഷ്യസിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നെയാണ് കെൽവിനിലും വാല്യൂ വരിക.
ഓക്കെ, അപ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 × 5 എന്ന് പറയുമ്പോൾ 100 ആവും. അപ്പോൾ 1.2 × 10⁻⁻5 × 110². അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ 1.2 × 10⁻³ മീറ്റർ എന്ന് വരും. ഓക്കെ, സോ ഈ രീതിയിലുള്ള പ്രോബ്ലങ്ങൾ മക്കൾ ചെയ്ത് പഠിക്കണം. അത് എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യുകയും ചെയ്തു. ഇനി ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഹീറ്റ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട ടേമുകൾ ഡിഫൈൻ ചെയ്ത് പഠിക്കും. ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇത് കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒരേപോലെ വരുന്ന ടേംസാണ്. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഫിസിക്സിൽ ഹീറ്റ് കപ്പാസിറ്റിയെ ക്യാപിറ്റൽ എസ് എന്നും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ സ്മോൾ എസ് എന്നും പറയും. ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടണമെങ്കിൽ എത്ര ഹീറ്റ് കൊടുക്കണം? അതാണ് ഹീറ്റ് കപ്പാസിറ്റി. എന്നാൽ സ്പെസിഫിക് കപ്പാസിറ്റിയോ 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ എത്ര ഹീറ്റ് കൊടുക്കണം? ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന വസ്തു സിസ്റ്റം എത്ര കിലോഗ്രാം ആച്ചാവട്ടെ, എത്ര ലിറ്റർ ആച്ചാവട്ടെ, നമ്മൾ എടുത്തിരിക്കുന്ന വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ട ഹീറ്റാണ് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി. എന്നാൽ 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ട ഹീറ്റാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻ കൃത്യമായി നിങ്ങൾ വായിച്ചു പഠിക്കണം. ഹീറ്റ് കപ്പാസിറ്റി കാണാനുള്ള ഫോർമുല ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ഹീറ്റ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എസിൻ്റെ യൂണിറ്റ്, ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ എന്നാണ് വരിക, ജൂൾ പെർ കെൽവിൻ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാണാനുള്ള ഫോർമുല ആവുമ്പോൾ ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി എന്നുകൂടി വരും. എം എന്ന് പറഞ്ഞാൽ മാസ്. ഓക്കെ, മാസ്. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് വരിക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. കിലോഗ്രാം റൈസ് ടു -1, അതേപോലെ കെൽവിൻ റൈസ് ടു -1. ഇപ്പം ഡെഫിനിഷൻ പഠിക്കുക, ഫോർമുല പഠിക്കുക, യൂണിറ്റ് പഠിക്കുക. ശ്രദ്ധിക്കണം, വെള്ളത്തിന് ഭയങ്കര സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് ഏത് എന്ന രീതിയിൽ എക്സാമിന് ചോദ്യം പലതവണ വന്നു. വെള്ളത്തിന് ഭയങ്കര സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4200. 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി അങ്ങ് കൂടണമെന്നുണ്ടെങ്കിൽ 4200 ജൂൾ ഹീറ്റ് കൊടുക്കണം. അതുകൊണ്ട് വെള്ളം നമ്മൾ കൂളൻ്റായി ഉപയോഗിക്കുന്നു. എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഓട്ടോമൊബൈൽ റേഡിയേറ്ററുകളിൽ വാഹനങ്ങളുടെ എൻജിൻ തണുപ്പിക്കാൻ കൂളൻ്റായി വെള്ളം ഉപയോഗിക്കുന്നു. അതേപോലെ ഹോട്ട് വാട്ടർ ബാഗുകളിൽ ഹീറ്ററായി, ശരീരഭാഗങ്ങൾ, നീര് വന്ന ഭാഗങ്ങൾ, ആ ഭാഗത്ത് ഹോട്ട് വാട്ടർ ബാഗുകൾ വെക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഹീറ്റ് ശരീരത്തിലേക്ക് അങ്ങോട്ട് കിടക്കണം. അപ്പോൾ ശരീരത്തെ ചൂടാക്കാൻ വെള്ളം ഉപയോഗിക്കുന്നു. അതേപോലെ വാഹനങ്ങളുടെ എൻജിൻ തണുപ്പിക്കാനും വെള്ളം ഉപയോഗിക്കുന്നു. കാരണം എന്ത്? വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഇതിന് അടുത്ത ടേമിൻ്റെ ഡെഫിനിഷനും ഫോർമുല യൂണിറ്റും ബൈ ഹാർട്ട് ആക്കണം. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒന്നുമില്ല, 1 മോൾ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ട ഹീറ്റ്. ആദ്യം പറഞ്ഞ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1 കിലോഗ്രാം അല്ലേ, ഇത് 1 മോൾ സബ്സ്റ്റൻസാണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഫോർമുല എഴുതുമ്പോൾ ഡെൽറ്റ ക്യൂ ബൈ മ്യൂ ഡെൽറ്റ ടി എന്ന് വരും. മ്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ്. ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്? ജൂൾ മോൾ റൈസ് ടു -1, കെൽവിൻ റൈസ് ടു -1. ഓക്കെ, ഡെഫിനിഷൻ പഠിക്കും. ഗ്യാസുകൾക്ക് 2 തരം സി ഉണ്ട്, CP, CV. തെർമോഡൈനാമിക്സ് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്യാസുകൾക്ക് 2 തരം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏതൊക്കെയാണ്? CP ആൻഡ് CV. അപ്പോൾ രണ്ടിൻ്റെ ഡെഫിനേഷൻ വേറെ പഠിക്കണം. CP എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡെഫിനേഷൻ എഴുതുക അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുകൂടി ചേർത്താൽ മതി. CV എന്ന് പറയുമ്പോഴോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഡെഫിനേഷൻ നേരത്തെ പറഞ്ഞു തന്നെ. അപ്പോൾ ഫോർമുല എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ മ്യൂ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ബ്രാക്കറ്റ് എഴുതി താഴത്ത് പി നിട്ടാൽ മതി. ഇവിടെയോ ഡെൽറ്റ ക്യൂ ബൈ മ്യൂ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഇങ്ങനെ ബ്രാക്കറ്റിൽ വി. ഓക്കെ, അപ്പോൾ ഈ 2 ഡെഫിനിഷനും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫോർമുല നേരത്തെ എഴുതിയത് തന്നെ താഴെ PV എന്നുള്ളത് ബ്രാക്കറ്റിന് വെളിയിലായിട്ട് എഴുതും. ഓക്കെ, നമ്മളിനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്തേക്കാണ് വരുന്നത്. അതായത് വസ്തുക്കളെ ചൂടാക്കിയാൽ സോളിഡിന് ലിക്വിഡായി മാറാൻ സാധിക്കും. ലിക്വിഡ് ചിലപ്പോൾ എന്താവും? ഗ്യാസ് ആവും. ഗ്യാസ് തിരിച്ച് ലിക്വിഡ് ആവും, സോളിഡ് ആവും. ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ചേഞ്ച് ഓഫ് സ്റ്റേറ്റുകൾ ഹീറ്റിങ്ങും കൂളിങ്ങും കാരണം നടക്കും. ഏതൊക്കെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റുകൾ? അതിന് പറയുന്ന പേരും അത് നടക്കുന്ന ടെമ്പറേച്ചറും എല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. നോക്കണം,
സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സിൻ്റെ പേര് മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂഷൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആ മെൽറ്റിംഗ് നടക്കുന്ന ടെമ്പറേച്ചറിൻ്റെ പേര് മെൽറ്റിംഗ് പോയിന്റ്. ലിക്വിഡ് ഗ്യാസ് ആകുന്നതോ ബോയിലിംഗ് എന്ന് പറയാം, വേപ്പറൈസേഷൻ എന്നും പറയാം. ഏതാണ് ടെമ്പറേച്ചറിൻ്റെ പേര്? ബോയിലിംഗ് പോയിന്റ്. എന്നാൽ ഗ്യാസ് തണുപ്പിക്കുമ്പോൾ ലിക്വിഡ് ആവും, കണ്ടൻസേഷൻ എന്നാണ് ആ പ്രോസസ്സിൻ്റെ പേര്. അത് നടക്കുന്ന ടെമ്പറേച്ചർ ഡ്യൂ പോയിന്റ്. അതൊന്നും പുസ്തകത്തിലില്ല, എന്നാലും വേണമെങ്കിൽ നോക്കിക്കോളൂ. ലിക്വിഡ് തണുത്ത് സോളിഡ് ആകുന്ന പ്രോസസ്സിൻ്റെ പേര് ഫ്രീസിങ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നടക്കുന്ന ടെമ്പറേച്ചറിൻ്റെ പേരോ ഫ്രീസിങ് പോയിന്റ്. എന്നാൽ ഏറ്റവും അധികം തവണ എക്സാമിന് ചോദിച്ചതാണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ സബ്ലിമേഷൻ? സോളിഡ് ചൂടാക്കിയാൽ നേരിട്ട് ഗ്യാസ് ആയി മാറുക. ഓക്കെ, അതിന് എക്സാമ്പിൾ ക്യാംഫർ, അയഡിൻ, സബ്ലൈം മെറ്റീരിയൽ എന്ന് പറയും. അയഡിനും ക്യാംഫറും ചന്ദനത്തിരിയൊക്കെ ചൂടാക്കിയാൽ നേരിട്ട് പുക, നേരിട്ട് അതെന്തായി മാറും? ഗ്യാസ് ആയി മാറും. ഓക്കെ, അത് സബ്ലിമേഷൻ. ഇനി ഗ്യാസ് തണുത്ത് സോളിഡ് ആകുന്നതിന് ഡെപ്പോസിഷൻ എന്നാണ് പേര്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ തണുപ്പിച്ചാൽ അത് ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡായി കണ്ട ഐസ് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള സോളിഡായി മാറുന്നത് അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ പ്രോസസ്സുകളുടെ പേര്, അത് നടക്കുന്ന ടെമ്പറേച്ചർ, എക്സാമ്പിൾ, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനായി വരാറുണ്ട്, വന്നിട്ടുണ്ട്, ഇനിയും വന്നേക്കാം, പഠിച്ചു വെക്കണം. ഇനി ഇതിൽ ഹീറ്റിങ്ങിൻ്റെ ഗ്രാഫ് കാണിക്കണം. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൻ്റെ ഗ്രാഫ്, ചൂടാക്കിയാൽ ഉണ്ടാകുന്ന ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൻ്റെ ഗ്രാഫാണ്. ഗ്രാഫ് വരക്കാനൊന്നും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല, ഗ്രാഫ് തന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നോക്കട്ടെ, എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ഹീറ്റാണ്, ഡെൽറ്റ ക്യൂ, ഹീറ്റ്. വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ടെമ്പറേച്ചറാണ്, ഡെൽറ്റ ടി. ഇനി നോക്കണം കേട്ടോ, സോളിഡ് എടുത്ത് നമ്മൾ ചൂടാക്കണം. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലാണ് ഇവിടെ ബോഡി ഉള്ളത്. അപ്പോൾ ആ സോളിഡിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. അങ്ങനെ വന്ന് മെൽറ്റിംഗ് പോയിന്റ് എത്തും. എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? പറഞ്ഞാൽ സോളിഡ് ഉരുകാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ വെച്ച് മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. മെൽറ്റിംഗ് തുടങ്ങിയാൽ പിന്നെ തീരുന്നത് വരെ ഗ്രാഫിൻ്റെ ഷേപ്പ് കണ്ടോ ഇങ്ങനെ? എന്താ അർത്ഥം? ടെമ്പറേച്ചർ പിന്നെ മാറുകയില്ല. മെൽറ്റിംഗ് തുടങ്ങിയാൽ തീരുന്നത് വരെ ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ല. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ നടക്കുന്ന പരിപാടി എന്താ പറയുക? മെൽറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്, മെൽറ്റിംഗ്. പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ലിക്വിഡായി മാറി. പിന്നെ ആ ലിക്വിഡിനെ വീണ്ടും ചൂടാക്കിയ ടെമ്പറേച്ചർ കൂടി വരും. ഇവിടെ വസ്തു ഏതവസ്ഥയിലാണ് ലിക്വിഡാണ്. അങ്ങനെ ബോയിലിംഗ് പോയിന്റ് എത്തും. ബോയിലിംഗ് പോയിന്റ് എത്തിയാൽ തിളക്കാൻ തുടങ്ങിയാൽ തീരുന്നത് വരെ ടെമ്പറേച്ചർ മാറുകയില്ല. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് എന്നൊക്കെ പറയും. ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ്ലി ഗ്യാസ് ആയി മാറി. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ പറയുക? ബോയിലിംഗ് ആണ്. അങ്ങനെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരിക. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ശ്രദ്ധിക്കണം, ഇവിടെ സോളിഡ് സ്റ്റേറ്റിലാണ് വസ്തു ഉള്ളത്. ഇത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ഇവിടെ മെൽറ്റിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ്ലി ലിക്വിഡായി മാറി. ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കൂടി വന്ന് ഈ ടെമ്പറേച്ചറിൻ്റെ പേര് ബോയിലിംഗ് പോയിന്റ് എന്നാണ്. ബോയിലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഗ്യാസായി മാറി. ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടി വരും. ഓക്കെ, ഇനി നോക്കണം, ഐസ് നമ്മൾ 0 ഡിഗ്രിയിലുള്ള ഐസ് എടുത്ത് ചൂടാക്കുകയാണെങ്കിൽ ഐസ് ഉരുകുന്ന ടെമ്പറേച്ചർ 0 ഡിഗ്രി അല്ലേ? 0 ഡിഗ്രിയിൽ ഐസ് എടുത്തതെങ്കിൽ ആദ്യമേ ഐസിൻ്റെ മെൽറ്റിംഗ് നടക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കാണിച്ച ഈ മെൽറ്റിംഗ് എന്ന് പറയുന്ന ആ പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഐസ് 0 ഡിഗ്രി എടുത്താൽ ആദ്യം മെൽറ്റ് ചെയ്ത് വെള്ളമായി മാറും. പിന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. വെള്ളം തിളക്കുന്ന ടെമ്പറേച്ചർ നമുക്കറിയാം 100 ഡിഗ്രി. അവിടുന്ന് തിളക്കാൻ തുടങ്ങി ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റീമായി വരും. സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. എക്സ് ആക്സിസിൽ ഹീറ്റ് എടുത്തിരിക്കുന്നത്, ടൈം വേണമെങ്കിൽ എടുക്കാം. വൈ ആക്സിസിൽ ടെമ്പറേച്ചർ. ഇതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലെ ഹീറ്റിങ്ങിൻ്റെ ഗ്രാഫ്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, മെൽറ്റിങ്ങും ബോയിലിങ്ങും നടക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നില്ല എന്ന് ഞാൻ ഗ്രാഫ് വെച്ച് പറഞ്ഞില്ലേ? ഇതാ, മെൽറ്റിങ്ങും ബോയിലിങ്ങും നടക്കുമ്പോൾ ടെമ്പറേച്ചറിന് ഒരു ചേഞ്ചും വരുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനായും ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കാം. സോളിഡ് ലിക്വിഡായി മാറണമെങ്കിൽ സോളിഡിൻ്റെ ബോണ്ടുകൾ പൊട്ടണം. ആ ബോണ്ട് പൊട്ടിക്കണമെങ്കിൽ എനർജി വേണം. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നേ ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് മെൽറ്റിങ്ങും ബോയിലിങ്ങും നടക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നില്ല എന്ന് ചോദിക്കും. എന്താ പറയേണ്ടത്? കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ടെമ്പറേച്ചർ കൂടാത്തത്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും? ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ട, സ്ലോപ്പ് എന്ന് പറയുമ്പോൾ y വാല്യൂ ബൈ എക്സ് വാല്യൂ. y വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ആണ്. എക്സ് ആക്സിസിൽ ഡെൽറ്റ ക്യൂ ആണ്. ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് ഹീറ്റ് കപ്പാസിറ്റി.
ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ 1 ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് കിട്ടുന്നത് 1 ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രാഫിൽ ഓരോ ഭാഗത്തിനും ഓരോ സ്ലോപ്പ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഈ ഭാഗത്തിൻ്റെ സ്ലോപ്പ് അല്ല ഈ ഭാഗത്തിന്, ആ സ്ലോപ്പ് അല്ല ഇതിന്. എന്തുകൊണ്ട് സ്ലോപ്പ് ഡിഫറൻ്റ് ആണ്? നമുക്ക് പറയാം, സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും ഹീറ്റ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഓരോ ഭാഗത്തിനും ഓരോ വ്യത്യസ്ത സ്ലോപ്പുകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ദെൻ ഇനി രണ്ട് ടേമുകൾ കൂടി പഠിക്കേണ്ടത്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഒന്നുമില്ല, ഈ ഫ്യൂഷൻ എന്താണ് എന്നുള്ള നേരത്തെ പറഞ്ഞല്ലോ, സോളിഡ് ലിക്വിഡ് ആവലാണല്ലോ. ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിന് ചോദിച്ചു. അതായത് സോളിഡ് ചൂടാക്കിയാൽ മെൽറ്റിംഗ് പോയിന്റ് എത്തിയാൽ ലിക്വിഡായി മാറുമല്ലോ. ഈ മെൽറ്റിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ചേഞ്ച് സോളിഡ് നേരിട്ട് ലിക്വിഡായി മാറും. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചർ വെച്ച് ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടി മാത്രം ആവശ്യമായ ഹീറ്റിനെയാണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് റിക്വയർഡ് ഫോർ ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഹീറ്റാണ് ലാറ്റന്റ് ഹീറ്റ്. ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്യൂഷൻ ആണെങ്കിൽ, അഥവാ സോളിഡ് ലിക്വിഡായി മാറുകയാണെങ്കിൽ അതിന് വേണ്ട ഹീറ്റ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. ലിക്വിഡ് ഗ്യാസായി മാറുകയാണെങ്കിൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. ശ്രദ്ധിക്കണം, ഡെഫിനിഷൻ ബൈ ഹാർട്ട് ആക്കണം. 1 കിലോഗ്രാം സോളിഡ് മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ്ലി ലിക്വിഡായി മാറാൻ വേണ്ട ഹീറ്റ്, അതാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, LF. എന്നാൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനോ 1 കിലോഗ്രാം ലിക്വിഡ് ബോയിലിംഗ് പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ്ലി ഗ്യാസായി മാറാൻ ആവശ്യമായ ഹീറ്റാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഡെഫിനിഷൻ ബൈ ഹാർട്ട് ആക്കണം. ഫോർമുല പഠിക്കുക, ഡെൽറ്റ ക്യൂ ബൈ എം. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, ഇവിടെയും ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം. അപ്പോൾ എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ യൂണിറ്റ് വരിക? ജൂൾ പെർ കിലോഗ്രാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന്റെ യൂണിറ്റും എന്ത് തന്നെ വരിക? ജൂൾ പെർ കിലോഗ്രാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. എക്സാമിന്റെ ആവർത്തിച്ചുള്ള ചോദ്യം എന്താ? ബേണിംഗ് ഫ്രം സ്റ്റീം ഈസ് മോർ ഹാംഫുൾ ദാൻ ബേണിംഗ് ഫ്രം ബോയിൽഡ് വാട്ടർ. തിളച്ച വെള്ളം കൊണ്ടുണ്ടാകുന്ന പൊള്ളലിനേക്കാൾ ഗൗരവതരമാണ് ആവി കൊണ്ടുണ്ടാകുന്ന പൊള്ളൽ. എന്തുകൊണ്ട്? അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്, സ്റ്റീം കുക്കിംഗ് ഈസ് ഫാസ്റ്റർ ദാൻ ഹോട്ട് വാട്ടർ കുക്കിംഗ്. നമുക്കറിയാം, പുട്ട് പോലെ ഇഡ്ഡലി പോലെ സ്റ്റീം കുക്കിംഗ്, ആവിയിൽ വേവിച്ചെടുക്കുന്ന ഫുഡ് ഐറ്റംസ് പെട്ടെന്ന് വേവുന്നതിന് കാരണം എന്താണ്? രണ്ടും ചോദിച്ചാൽ ആൻസർ എന്താ പറയും? സ്റ്റീമിന് ബോയിൽഡ് വാട്ടറിനേക്കാൾ എക്സ്ട്രാ എനർജി ഉണ്ട്. തിളച്ച വെള്ളം വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് സ്റ്റീമായി മാറുന്നത്. അപ്പോൾ സ്റ്റീമിന് ഹീറ്റ് കണ്ടന്റ് അഥവാ എനർജി കൂടുതലാണ്. സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഹാസ് LV ടൈംസ് മോർ ഹീറ്റ് ദാൻ വാട്ടർ അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. അത്ര സ്പെസിഫിക് ആയി എഴുതണമെന്നില്ല. 100 ഡിഗ്രിയിലുള്ള സ്റ്റീമിന് 100 ഡിഗ്രിയിലുള്ള വെള്ളത്തേക്കാൾ എക്സ്ട്രാ എനർജി ഉണ്ട്. എത്രത്തോളം എനർജി കൂടുതലാണ് എഴുതിയത്? LV ടൈംസ് ഗ്രേറ്റർ. ഓക്കെ, എനർജി കൂടുതലുണ്ട് എന്ന് എഴുതി വെച്ചാൽ അത് നമുക്കതിൻ്റെ മാർക്കായി. ഒന്നുകൂടി കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ഇവിടെ ആൻസർ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഭാഗത്തിൻ്റെ അവസാന പോയിന്റായി നമ്മൾ പഠിക്കേണ്ടത്, ഈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ പ്രഷറിനനുസരിച്ച് മാറും. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എപ്പോഴും 0 ഡിഗ്രി അല്ല, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എപ്പോഴും 100 ഡിഗ്രി അല്ല, അത് പ്രഷർ മാറുന്നതിനനുസരിച്ച് മാറും. എങ്ങനെയാണ് പ്രഷർ ഡിപ്പെൻഡൻസി എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, പ്രഷർ കൂടിയാൽ മെൽറ്റിംഗ് പോയിന്റ് കുറയുക ചെയ്യുക. പ്രഷർ കൂടിയ മെൽറ്റിംഗ് പോയിന്റ് കുറയും. മെൽറ്റിംഗ് പോയിന്റും പ്രഷറും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. പ്രഷർ കൂടിയ മെൽറ്റിംഗ് പോയിന്റ് കുറയും. എന്നാൽ ബോയിലിംഗ് പോയിന്റ് അങ്ങനെയല്ല, പ്രഷർ കൂടിയ ബോയിലിംഗ് പോയിന്റ് കൂടുക ചെയ്യുക. ശ്രദ്ധിക്കണേ, മെൽറ്റിംഗ് പോയിന്റ് പ്രഷർ കൂടിയ കുറയും. മെൽറ്റിംഗ് പോയിന്റ് കുറയാൻ പെട്ടെന്ന് മെൽറ്റ് ചെയ്യുന്ന അർത്ഥം. ബോയിലിംഗ് പോയിന്റ് പ്രഷർ കൂടിയ കൂടും, എന്നുവെച്ചാൽ വലിയ ടെമ്പറേച്ചറിലേ ബോയിൽ ചെയ്യുള്ളൂ എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഐസിൻ്റെ റീജലേഷൻ അല്ലെങ്കിൽ ഫ്രീസിങ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇവിടെ പഠിക്കേണ്ടതുണ്ട്. എന്താ നോക്കുക, നമ്മൾ 2 ഐസ് കട്ടകൾ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അല്പസമയം കഴിഞ്ഞ് കൈവിട്ടാൽ 2 ഐസ് കട്ടകളും ഒന്നിച്ചൊറ്റ സിംഗിൾ ബ്ലോക്കായി മാറും. എന്തുകൊണ്ട്? ഇതാണ് റീജലേഷൻ അല്ലെങ്കിൽ റീഫ്രീസിങ്. അതായത് പ്രഷർ കൊടുത്താൽ ഐസ് പെട്ടെന്ന് ഉരുകും. മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നു, ഐസ് പെട്ടെന്ന് ഉരുകും. ആ പ്രഷർ അവിടുന്ന് നീക്കിയാലോ ആ ഉരുകിയ വെള്ളം വീണ്ടും ഐസായി മാറും. അതാണ് ഐസ് കട്ടകൾ ഒട്ടിപ്പിടിക്കാനുള്ള കാരണം. ഓക്കെ, മഞ്ഞുപാളികളിലൂടെ ഐസ് സ്കേറ്റിംഗ് നടത്തുന്ന മനുഷ്യന്മാർ, അവരുടെ ബോഡി വെയിറ്റ് കാരണം മഞ്ഞുരുകി വെള്ളമാവും. വെള്ളത്തിൻ്റെ ഒരു ലെയറിലൂടെ അവരിങ്ങനെ തെന്നിപ്പോവും. അവരവിടുന്ന് നീങ്ങിപ്പോയാൽ ബോഡി വെയിറ്റ് കുറഞ്ഞു. പ്രഷർ കുറഞ്ഞാൽ ആ ഉരുകിയ വെള്ളം വീണ്ടും ഐസാവും.
ഓക്കെ, ഇതാണ് റീജലേഷൻ അല്ലെങ്കിൽ റീഫ്രീസിങ്. ശ്രദ്ധിക്കണം, ഡെഫിനിഷൻ കൃത്യമായി നോക്കി പഠിക്കുക. ഓക്കെ, ഐസ് കട്ടകൾ പ്രസ് ചെയ്ത് ഒന്നാക്കാൻ സാധിക്കുന്നതും ഐസ് സ്കേറ്റേഴ്സിന് കുറഞ്ഞ ഫ്രിക്ഷനെ കിട്ടുന്നുള്ളൂ. അതിൻ്റെ കാരണം ഈ റീജലേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ ബോയിലിംഗ് പോയിന്റും പ്രഷറും തമ്മിലുള്ള റിലേഷൻ നോക്കുക. പ്രഷർ കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കൂടുക ചെയ്യുക. ബോയിലിംഗ് പോയിന്റും പ്രഷറും ഡയറക്റ്റ് പ്രപ്പോർഷൻ പോലെയാണ്. അതാണ് പ്രഷർ കുക്കറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പ്രഷർ കുക്കറിനകത്ത് ആ സ്റ്റീമൊക്കെ അതിൽ തന്നെ നിന്ന് പ്രഷർ കൂടുക. അപ്പോൾ പ്രഷർ കുക്കറിനകത്ത് വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി അല്ല, 110 120 തിളക്കുക. അപ്പോൾ അത്രയും സമയം ചൂടാക്കിയാൽ ഈ ഫുഡ് ഐറ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി ഭക്ഷണം പെട്ടെന്ന് വേവും. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും ചെയ്യും. അതാണ് ഹൈ റേഞ്ചുകളിൽ, അതായത് എന്താ പറയുക, കുന്നിൻ പ്രദേശങ്ങൾ, ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ വെസൽ കുക്കിംഗ് വളരെ ഡിഫിക്കൽട്ടാണ്. ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തുറന്ന പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പ്രയാസമാണ്. കാരണം പെട്ടെന്ന് വെള്ളം തിളക്കും. പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും, വേഗം തിളക്കും വെള്ളം വേഗം തിളക്കാൻ തുടങ്ങിയാൽ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ച ഫുഡ് ഐറ്റം അരി പോലെ അതൊന്ന് വെന്ത് കിട്ടാൻ കുറേ നേരം ചൂടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും, പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്ലിക്കേഷൻ സഹിതം പഠിച്ചു വെക്കണം. ഓക്കെ, അങ്ങനെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ് നമ്മൾ. അവസാന ഭാഗം ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ഹീറ്റ് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തുന്നത് 3 വ്യത്യസ്ത മാർഗങ്ങളിലാണ്. ഇരുമ്പ് കമ്പിയിലൂടെ ഹീറ്റ് എത്തുന്നു, കണ്ടക്ഷൻ. കത്തുന്ന തീനാളത്തിന് മുകളിൽ കൈവെക്കുന്നു, കൺവെക്ഷൻ. സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ചൂടേൽക്കുന്നു, റേഡിയേഷൻ. ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ്, വേറെ പഠിക്കും. ആദ്യം കണ്ടക്ഷൻ. കത്തുന്ന തീയിലേക്ക് ഇരുമ്പ് കമ്പി വെക്കുമ്പോൾ ആ തീയിലേക്ക് ചേർത്തി വെച്ച അറ്റത്തുള്ള പാർട്ടിക്കിളിന് ഹീറ്റ് കിട്ടും. അയാൾ നന്നായി വൈബ്രേറ്റ് ചെയ്യും, അടുത്ത ആളെ കൊളൈഡ് ചെയ്യും. അപ്പോൾ കൊളീഷൻ ഏറ്റ മോളിക്യൂളിനും നല്ല വൈബ്രേഷൻ ഉണ്ടാവും. അയാൾ നല്ല വലിയ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്ത് അടുത്ത മോളിക്യൂളിനെ ഇടിക്കും. അയാൾക്കും ആ ഇടി കൊള്ളുമ്പോൾ ഭയങ്കര വൈബ്രേഷൻ ഉണ്ടാവും. അങ്ങനെ കൊളീഷൻ വഴി, നൈബറിങ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളീഷൻ വഴി ഹീറ്റ് എത്തുന്ന മെത്തേഡാണ് കണ്ടക്ഷൻ. ഇതെല്ലാ സോളിഡിലും ഫ്ലൂയിഡിലൊക്കെ നടക്കുമെങ്കിലും ഇത് ഇഫക്റ്റീവായി നടക്കുക സോളിഡിലാണ്. സോളിഡിലല്ലേ പാർട്ടിക്കിൾസ് അടുത്തടുത്തുള്ളത്. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് ഇഫക്റ്റീവ് ഇൻ സോളിഡ്സ്. ഓക്കെ, ഏറ്റവും സാവധാനത്തിൽ ഹീറ്റ് എത്തുന്ന മെത്തേഡാണ് കണ്ടക്ഷൻ. ഇത് നോക്കണം, ഇത് ഒരു ഹോട്ട് ബോഡിയാണ്, ഇതൊരു കോൾഡ് ബോഡി. ഇത് കത്തിക്കൊണ്ടിരിക്കുന്ന തീനാളമാണെന്ന് കരുതുക, ഇതൊരു ഐസ് ബ്ലോക്കാണെന്ന് കരുതിക്കോളൂ. അപ്പോൾ ഈ തീനാളത്തിലേക്ക് നമ്മളൊരു ഇരുമ്പ് കമ്പി വെച്ചതായി വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് ഹീറ്റ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. എന്തിനാ തീയും ഐസ് ബ്ലോക്ക് ഒക്കെ പറഞ്ഞത്? ഹോട്ട് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് കോൾഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ആ ഹീറ്റ് എത്തുകയെന്ന് കാണിക്കാനാ. ഐസ് ബ്ലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ കൈ പിടിച്ചാലും മതി. അപ്പോൾ തീ കത്തുന്ന ഭാഗം ഹോട്ട്, നമ്മുടെ കൈ ഇരിക്കുന്ന ഭാഗം കോൾഡാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്നൊരു കോൺസ്റ്റന്റിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ് നമ്മൾ. എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? ആദ്യം നോക്കേണ്ടത്, ഒരു കണ്ടക്ടർ തീയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആ കണ്ടക്ടറിലൂടെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു. ആ ഹീറ്റ് ഫ്ലോയെ ഞാൻ ഡെൽറ്റ ക്യൂ എന്ന് എഴുതും. ആ ഹീറ്റ് ഫ്ലോ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ ഞാൻ ടി എന്ന് എഴുതും. ഇത് സ്മോൾ ലെറ്റർ ടി ആണ്, ഡെൽറ്റ ടി. ഓക്കെ, ഇത് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഹീറ്റാണ്. ഇത് ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ആ ഹീറ്റ് ഫ്ലോ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഹീറ്റ് ബൈ ടൈമിനെ നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്ന് പറയും. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്, അതിനെ എച്ച് എന്ന് എഴുതും. എന്താ എച്ച്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഈ ഹീറ്റ് ഫ്ലോ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്, എച്ചിന് എന്ത് പറയണം? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്. ഈ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് വണ്ണം കൂടിയ റോഡാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും, അപ്പോൾ ഹീറ്റ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് കൂടും, പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ തന്നെ ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു T1 മൈനസ് T2. T1 എന്ന് പറഞ്ഞാൽ ഹോട്ട് ആയിട്ടുള്ള ഭാഗത്തെ ടെമ്പറേച്ചർ, T2 എന്ന് പറഞ്ഞാൽ കോൾഡ് ആയിട്ടുള്ള ഭാഗത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ആ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് കൂടും. അതേപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു L, ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും? കുറയും. ഈ TH മൈനസ് TC ബൈ Lനെയാണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്നൊക്കെ വിളിക്കുന്നത്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പെർ ലെങ്ത് എന്ന്. അപ്പോൾ ഇത് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ H ഈസ് പ്രൊപ്പോർഷണൽ ടു A ഇൻറ്റു T1 എന്നത്, അല്ലെങ്കിൽ TH മൈനസ് TC ഡിവൈഡഡ് ബൈ L. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് K എന്ന് പറയുന്നത്. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയും. K is called thermal conductivity. ആ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്
എക്സാമിന് ചോദിക്കാറുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. തെർമൽ കണ്ടക്ടിവിറ്റി കാണാൻ പറഞ്ഞാൽ H×L ഡിവൈഡഡ് ബൈ A×TH - TC എന്ന് എഴുതാം. എച്ചിൻ്റെ യൂണിറ്റ് എച്ച് എന്ന് പറയുമ്പോൾ ഹീറ്റ് ബൈ ടൈം ആണ്. അപ്പം ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡിന് പകരം വാട്ട് എന്ന് എഴുതാം. എച്ചിൻ്റെ യൂണിറ്റ് എന്താ പറയുക? വാട്ട് എന്നാണ്. ഓക്കെ. പിന്നെ ഇവിടെ അപ്പോൾ കെയുടെ യൂണിറ്റ് എഴുതുമ്പോൾ യൂണിറ്റ് ഓഫ് കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. കെയുടെ യൂണിറ്റ് എഴുതാൻ പറഞ്ഞാൽ കെ അവിടെ നിർത്തി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാവും പറ? കെ ഈസ് ഈക്വൽ ടു H×L ഡിവൈഡഡ് ബൈ A×TH - TC എന്നാവും. അപ്പോൾ യൂണിറ്റ് എഴുതുമ്പോൾ എച്ചിൻ്റെ യൂണിറ്റ് വാട്ടാണ്, ലെങ്ത് മീറ്റർ ആണ്, ഏരിയ മീറ്റർ സ്ക്വയർ, പിന്നെ കെൽവിൻ. സോറി, മീറ്റർ കട്ട് ചെയ്തു പോയാൽ വാട്ട് മീറ്റർ റൈസ് ടു -1 കെൽവിൻ റൈസ് ടു -1 എന്ന് യൂണിറ്റ് വരും. കെയുടെ വാല്യൂ കൂടിയവർ ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ്. അത് മെറ്റലുകൾക്ക് കെയുടെ വാല്യൂ വളരെ കൂടുതലാണ്, അപ്പോൾ അവർ നല്ല തെർമൽ കണ്ടക്ടേഴ്സ്. കെയുടെ വാല്യൂ കുറഞ്ഞവരാണെങ്കിൽ പുവർ തെർമൽ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടേഴ്സ്. പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ, പേപ്പർ ഇതൊക്കെ അങ്ങനെ ബാഡ് തെർമൽ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ. ദെൻ അപ്ലിക്കേഷൻസ്. എക്സാമിന് ചോദിക്കാറുള്ള അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നോക്കുക. കണ്ടക്ഷൻ്റെ ഭാഗത്ത് സം കുക്കിംഗ് പോട്ട്സ് ഹാവ് കോപ്പർ കോട്ടിംഗ് അറ്റ് ദി ബോട്ടം. ചില സ്റ്റീൽ പാത്രങ്ങളുടെ അടിഭാഗം കോപ്പർ കൊണ്ടുണ്ടാകും. എന്തുകൊണ്ട്? കോപ്പറിന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. അതാണ് ആൻസർ. അപ്പോൾ നന്നായി ഹീറ്റ് കണ്ടക്ട് ചെയ്യും. ദെൻ കോൺക്രീറ്റ് റൂഫുകൾ കൊണ്ടുണ്ടാക്കിയ വീടിനകത്ത് ചൂട് കൂടുതലാണ്. എന്തുകൊണ്ട്? കോൺക്രീറ്റിന് കെയുടെ വാല്യൂ കൂടുതലാണ്, അതോ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. അടുത്ത നോക്കുക. എ ബ്രാസ് ടംബ്ലർ ഫീൽസ് മച്ച് കോൾഡർ ദാൻ എ വുഡൻ ട്രേ ഓൺ എ ചില്ലി ഡേ. തണുപ്പുള്ള ദിവസം നമ്മൾ രാവിലെയൊക്കെ വന്ന ഒരു മെറ്റൽ ബോഡി തൊട്ട, ജനൽ കമ്പിയിലൊക്കെ തൊട്ടാൽ നല്ല തണുപ്പുണ്ടാവും. എന്നാൽ ഒരു വുഡൻ ബോഡി തൊട്ടാൽ അത്ര തണുപ്പുണ്ടോ? ഗ്ലാസ് തൊട്ടാൽ ഇല്ല. എന്തുകൊണ്ട്? ആ മെറ്റൽ ബോഡിക്ക് കണ്ടക്ടിവിറ്റി കൂടുതലാണ്, തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കൂടുതൽ ഹീറ്റ് വലിച്ചെടുക്കും. അപ്പോൾ ആ ഭാഗം നല്ല തണുപ്പ് അനുഭവപ്പെടും. എന്നാൽ അതേപോലെ ഹീറ്റ് വലിച്ചെടുക്കാൻ ആർക്ക് കഴിയില്ല? വുഡ്, പ്ലാസ്റ്റിക്കിന് കഴിയില്ല. അപ്പോൾ മെറ്റൽ ബോഡിക്ക് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്, കോൺക്രീറ്റിന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്, കോപ്പറിന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ് എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് എക്സാമിന് എഴുതേണ്ടത്. കണ്ടക്ഷൻ കഴിഞ്ഞാൽ നേരെ അടുത്ത മെത്തേഡ് കൺവെക്ഷൻ. കൺവെക്ഷണൽ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് ചൂടാക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ ഈ പാത്രത്തിൽ ഇത്രയും ലെവൽ വരെ വെള്ളമുണ്ട്. നമ്മൾ ചൂടാക്കിയാൽ അടിഭാഗത്തെ വെള്ളത്തിനല്ലേ ഹീറ്റ് ആദ്യം കിട്ടുക? ഹീറ്റ് കിട്ടി അടിഭാഗത്തെ വെള്ളം ചൂടാകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ അടിഭാഗത്തെ വെള്ളത്തിന് ചൂട് കിട്ടുമ്പോൾ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം അടിയിൽ നിന്നും മേലോട്ടെത്തും. കണ്ടോ? ഇതാണ് ഹോട്ടായിട്ടുള്ള എൻഡ്, ഇതാണ് കോൾഡ് ആയിട്ടുള്ള ഭാഗം. ഹോട്ടായിട്ടുള്ള ഭാഗത്തുനിന്ന് കോൾഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് മോളിക്യൂൾസ് നേരിട്ട് മൂവ് ചെയ്യാണ്. അങ്ങനെ ഹീറ്റ് എത്തുക. അപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കിൾസ് മേലോട്ട് പോയാൽ മേലുള്ളവർ താഴെ വരും, അവരും ചൂടാകും, ഡെൻസിറ്റി കുറയും, മേലോട്ട് പോകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എല്ലായിടത്തും ഹീറ്റ് എത്തും. ഓക്കെ. ഇതാണ് കൺവെക്ഷൻ. കൺവെക്ഷൻ മെത്തേഡ് നോക്കുക. ബൈ ആക്ച്വൽ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഹോട്ട് എൻഡിൽ നിന്ന് കോൾഡ് എൻഡിലേക്ക് മൂവ് ചെയ്തിട്ട് ഹീറ്റ് എത്തുക. ഇത് എവിടെ മാത്രമേ നടക്കൂ? ഫ്ലൂയിഡ്സിൽ മാത്രം. സോളിഡിൽ പാർട്ടിക്കിൾസിന് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ അത് ഫ്ലൂയിഡ്സിൽ മാത്രം നടക്കുന്ന പ്രോസസ്സ്. രണ്ട് തരം കൺവെക്ഷൻ ഉണ്ട്. ഒന്ന് നാച്ചുറൽ കൺവെക്ഷൻ, മറ്റേത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അടിഭാഗത്തെ വെള്ളത്തിന് ചൂട് കിട്ടിയിട്ട് അത് മേൽഭാഗത്തേക്ക് സ്വയം മൂവ് ചെയ്യുക. നമ്മൾ മോട്ടർ വെച്ചിട്ട് പൈപ്പ് വെച്ചിട്ട് അവിടേക്ക് പറഞ്ഞയക്കല്ല. നാച്ചുറൽ തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക മേലോട്ട് പൊങ്ങുക. അതൊന്നും നമ്മൾ പൈപ്പ് വെച്ചിട്ടോ മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്യല്ല. നോർമൽ, നാച്ചുറൽ. അതാണ് നാച്ചുറൽ കൺവെക്ഷൻ. അതാണ് കത്തുന്ന തീരെ മുകളിൽ കൈവെക്കുമ്പോൾ ചൂട് കിട്ടുന്നത്. അത് കൺവെക്ഷൻ വഴി ഉണ്ടാകുന്ന ഹീറ്റാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ. അത് നാച്ചുറൽ കൺവെക്ഷനാണ്. എന്നാൽ ഓട്ടോമൊബൈൽ കൂളിംഗ് സിസ്റ്റം, വാഹനങ്ങളുടെയൊക്കെ എൻജിൻ തണുപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എൻജിൻ്റെ അടുത്തേക്ക് വെള്ളത്തെ പൈപ്പിലൂടെ പറഞ്ഞയക്കുകയാണ്. ഓക്കെ. നമ്മൾ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം എൻജിൻ്റെ അടുത്തേക്ക് എത്തിച്ച് അതിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുക. അത് ഫോഴ്സ്ഡാ. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ചൂടെത്തുന്നത് ബ്ലഡിൽ നിന്ന് വെൻട്രിക്കിളുകൾ കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ബ്ലഡ് വെസൽസ് വഴി എല്ലാ ഭാഗത്തേക്കും രക്തം ഓടിയിട്ടാണ്. അവിടെ ആ രക്തം എല്ലായിടത്തേക്കും എത്തുന്നത് ബ്ലഡ് വെസൽസ് വഴിയാണ്. നമ്മൾ ഫോഴ്സ് കൊടുത്ത് ആവശ്യമുള്ളിടത്തേക്ക് പറഞ്ഞയക്കാണ്.
അതൊന്നും നാച്ചുറൽ കൺവെക്ഷൻ അല്ല, മറിച്ച് എന്താ, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്ത് നോട്ട് നോക്കി വൃത്തിയായി പഠിക്കണം. നാച്ചുറൽ കൺവെക്ഷൻ, അതേപോലെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ. നാച്ചുറൽ കൺവെക്ഷൻ ഉദാഹരണമാണ് കാറ്റുണ്ടാകുന്നത്. കാറ്റെല്ലാം ഉണ്ടാകുന്നത് കൺവെക്ഷൻ വഴിയാണ്. ഓക്കെ, പലതരം കാറ്റുകളുണ്ട്. 2 പ്രധാനപ്പെട്ട കാറ്റുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. ജോഗ്രഫിയിലൊക്കെ നമ്മൾ 10ാം ക്ലാസ് കണ്ടു, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ആവർത്തിച്ച് എക്സാമിന്റെ ചോദ്യം സീ ബ്രീസ്. എത്ര തവണയാണ് ചോദിച്ചത്? സീ ബ്രീസ് എന്താണ്, ലാൻഡ് ബ്രീസ് എന്താണ്? സിമ്പിളായി പഠിക്കാം. നോക്കടാ, പകൽ സമയത്താണ് കടൽ കാറ്റ്, സീ ബ്രീസ് ഉണ്ടാവുക. രാത്രിയാണ് കരക്കാറ്റ്. പകൽ സമയത്ത് മണ്ണും വെള്ളം എടുത്താൽ ആരാ പെട്ടെന്ന് ചൂടാവുക? മണ്ണ് പെട്ടെന്ന് ചൂടാവും. അപ്പൊ കര പെട്ടെന്ന് ചൂടാവും. ആ കരഭാഗത്തെ വായു ചൂട് കൂടിയ വായു ആവുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞിട്ട് പൊങ്ങും. ചൂടുള്ള വായു മേലോട്ട് പൊങ്ങും, കത്തുമ്പോൾ പുക മേലോട്ട്. അപ്പൊ കര പെട്ടെന്ന് ചൂടാകുമ്പോൾ അവിടുത്തെ എയർ മേലോട്ട് പൊങ്ങും. അപ്പോൾ ഇവിടെ പ്രഷർ കുറയും. അപ്പോൾ ഈ കടലിൽ നിന്ന് കാറ്റ് കരയിലേക്ക് അടിക്കും. പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് കാറ്റടിക്കും. അപ്പോൾ പകൽ സമയത്ത് മണ്ണ് പെട്ടെന്ന് ചൂടാവും. മണ്ണോട് മുകളിലുള്ള വായു ചൂടായിട്ട് എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറഞ്ഞ് മേലോട്ട് വരും. അപ്പോൾ അവിടേക്ക് കടലിൽ നിന്ന് തണുത്ത കാറ്റടിക്കും. ഇതാണ് സീ ബ്രീസ്. ഓക്കെ, എന്നാൽ രാത്രി സമയത്ത് എങ്ങനെ പറയാം? രാത്രി ശ്രദ്ധിക്കണം, പെട്ടെന്ന് ചൂടാകുന്ന മണ്ണ് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. സാവധാനം ചൂടാകുന്ന വെള്ളം സാവധാനം തണുക്കുള്ളൂ. അപ്പം രാത്രി സാവധാനത്തിലെ വെള്ളം തണുക്കുള്ളൂ. അപ്പം രാത്രി കടലിന് മുകളിലാണ് ഇവിടെയാണ് ചൂട് കൂടുതൽ. അപ്പം ഇവിടുത്തെ എയർ ആണ് ഡെൻസിറ്റി കുറഞ്ഞ് മേലോട്ട് പോകുന്നത്. അപ്പം കരയിൽ നിന്ന് തണുത്ത കാറ്റ് കടലിലേക്ക് അടിക്കും. ഓക്കെ, അതാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. സീ ബ്രീസും ലാൻഡ് ബ്രീസും സിമ്പിൾ സെന്റൻസിൽ എഴുതിയാൽ മതി. ഓക്കെ, അത് വൃത്തിക്ക് പഠിക്കണം. എന്തായാലും എക്സാമിന് വേണ്ടി പഠിച്ചു പോകേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ധാരാളം തവണ എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചു. ദെൻ 3ാമത്തെ മെത്തേഡ് റേഡിയേഷൻ മെത്തേഡാണ്. റേഡിയേഷൻ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് എത്തുന്നത് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാതെ എത്തുക. അപ്പോൾ സൂര്യനിൽ നിന്ന് ഹീറ്റ് ഭൂമിയിലേക്ക് എത്തണ്ടല്ലോ. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ കത്തിജ്വലിക്കുന്നത്. ആ സണ്ണിൽ നിന്ന് ഹീറ്റ് എർത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ആ വരുന്ന വഴിക്കൊക്കെ വാക്വമാണ്, മോളിക്യൂൾസ് ഇല്ല, പാർട്ടിക്കിൾസ് ഇല്ല. എന്നിട്ട് ഹീറ്റ് എത്തണില്ലേ? അപ്പോൾ മോളിക്യൂൾസ് ഇല്ലാതെ, മോളിക്യൂൾസ് മൂവ് ചെയ്യാതെ, മോളിക്യൂൾസിൻ്റെ ഇൻവോൾവ്മെൻറ്റേ ഇല്ലാതെ ഹീറ്റ് എത്തുന്ന മെത്തേഡാണ് റേഡിയേഷൻ. ഓക്കെ, മീഡിയത്തിൻ്റെ ആവശ്യമേ ഇല്ല. മീഡിയം ആവശ്യമില്ലാത്ത ഹീറ്റ് ട്രാൻസ്ഫറിങ് മെത്തേഡ് ഇത് എക്സാമിൻ്റെ ചോദ്യം റേഡിയേഷനാണ്. ഏറ്റവും ഫാസ്റ്റായി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് റേഡിയേഷൻ മെത്തേഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെലോസിറ്റി 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഹീറ്റ് എത്തുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിക്കൊണ്ട്, ഇൻഫ്രാറെഡ് വേവുകളായിക്കൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് റേഡിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, സണ്ണിൽ നിന്ന് എർത്തിലേക്ക് ഹീറ്റ് എത്തുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം റേഡിയേഷൻ മെത്തേഡാണ് എന്ന് പറയണം. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഈ തെർമൽ റേഡിയേഷൻ, ഏത് ഹോട്ട് ബോഡിയിൽ നിന്നും റേഡിയേഷൻ വരും, ഇൻഫ്രാറെഡ് വരും. സണ്ണിന്ന് മാത്രമല്ല, നമ്മുടെ ബോഡി ഹോട്ടാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നും ഇൻഫ്രാറെഡ് വരും. ഈ വരുന്ന റേഡിയേഷനെ തെർമൽ റേഡിയേഷൻ എന്ന് പറയും. ഈ തെർമൽ റേഡിയേഷൻ ഒരു സർഫസിൽ തട്ടിയാൽ, ബ്ലാക്ക് സർഫസ് ആണെങ്കിൽ, ബ്ലാക്ക് ഓർ ഡാർക്ക് കളേർഡ് സർഫസ് ആണെങ്കിൽ തെർമൽ റേഡിയേഷനെ നന്നായി അബ്സോർബ് ചെയ്യും. അതാണ് ചൂട് കാലത്ത് ബ്ലാക്ക് കളേർഡ് ഡ്രസ്സുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ തെർമൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. അതേപോലെ ചില ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങളുടെ അടിഭാഗം ബ്ലാക്ക് ആൻഡ് ആക്കും. എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് ആക്കുന്നത്? ബ്ലാക്ക് സർഫസിന് കൂടുതൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ വൈറ്റ് സർഫസ്, ഷൈനിങ് സർഫസ് ഒക്കെ കൂടുതൽ റേഡിയേഷനെയും റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് എന്താ പറയുക, തണുപ്പുള്ള സമയങ്ങളിൽ നമ്മൾ ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് ആണ് നല്ലതെന്ന് പറയും. ചൂടുള്ള സമയങ്ങളിൽ വൈറ്റ് കളേർഡ്, ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ആണ് കംഫർട്ടബിൾ. കാരണം അവർ റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ്. ഈ കാര്യമാണ് നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്ലിക്കേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വി വെയർ വൈറ്റ് ഓർ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ഇൻ സമ്മർ. അതേപോലെ വിൻ്ററിൽ നമ്മൾ ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുള്ളത്. ചില കുക്കിംഗ് വെസലുകളുടെ അടിഭാഗം ബ്ലാക്ക് ആൻഡ് ആക്കുന്നതിൻ്റെ റീസൺ ഇതൊക്കെ എക്സാമിന് ചോദിച്ചേക്കാം. അത് ചോദിച്ചാൽ കൃത്യമായി ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? സ്റ്റേറ്റ്മെന്റ് പഠിക്കണം, ഇക്വേഷൻ പഠിക്കണം, പ്രോബ്ലം ചെയ്ത് പഠിക്കണം, അതിൻ്റെ എന്താ പറയുക ഡ്രോബാക്ക്, അതിൻ്റെ ലിമിറ്റേഷൻ, അതിൻ്റെ ലിമിറ്റേഷനും കൂടി പഠിക്കണം. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? സിമ്പിളായിട്ട് പഠിക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തതായിട്ട് കരുതുക. ആ വെള്ളം നമ്മൾ ചൂടാക്കിയ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറാണ് 80 ഡിഗ്രി. അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സിസ്റ്റം എന്ന് വിളിക്കാം, ഇതിനെ സറൗണ്ടിങ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബോഡി സറൗണ്ടിങ്സ്. 2 രീതിയിലേക്കൂടെ. ബോഡിയുടെ ടെമ്പറേച്ചറും സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചറും 80ഉം 20ഉം. അപ്പോൾ ഡിഫറൻസ് 60 അല്ലേ? അതെ. അപ്പോൾ ഈ ബോഡിയും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ
കൂളിംഗ് ഫാസ്റ്റ് ആവും, പെട്ടെന്ന് തണുക്കും. എന്നാൽ ബോഡിയും സറൗണ്ടിങ്സും തമ്മിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറവാണെങ്കിൽ കൂളിംഗ് സാവധാനമാവും. അതായത് ഈ വെള്ളം ഇനി തണുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 80 ഈ ബോഡിയുടെ ടെമ്പറേച്ചർ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ 60 ആയിട്ടുണ്ടാവും. എന്നാൽ അടുത്തൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ 40 ആവുമോ? ഇല്ല. ആദ്യത്തെ 5 മിനിറ്റിൽ 20 ഡിഗ്രി കുറഞ്ഞാൽ അടുത്ത 5 മിനിറ്റിൽ അത്ര കുറയില്ല, അടുത്ത 5 മിനിറ്റിൽ അത്രയും കുറയില്ല. അപ്പോൾ ഈ ബോഡിയും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ കൂളിംഗ് ഫാസ്റ്റ് ആവും. ടെമ്പറേച്ചർ ഡിഫറൻസ് കുറവാണെങ്കിലോ കൂളിംഗ് സ്ലോ ആവും. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. നോക്കണം, റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ മതി സിമ്പിളായി. കൂളിംഗിന്റെ വേഗത ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ്സ്. Okay, rate of cooling is directly proportional to difference in temperature of body and surroundings. Okay, ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം പഠിക്കണം. മാത്തമാറ്റിക്കൽ ഫോം എങ്ങനെയെന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റിനെ -dq/dt എന്ന് എഴുതും. ദ ഹീറ്റ് ദ ടൈം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓഫ് ബോഡി മൈനസ് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ്. ഓക്കെ, ഇതിനെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ കൊടുത്ത് എഴുതിയാൽ -dq/dt ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് k ഇൻറ്റു TB മൈനസ് TS എന്നെഴുതാം. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം. അങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചു വെക്കുക. ബോഡിയുടെ ടെമ്പറേച്ചറിലെ ഡിഫറൻസ് dTB ഡിവൈഡഡ് ബൈ dt. എന്താ dTB എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ബൈ അതിന് വേണ്ടിയിരിക്കുന്ന സമയം ഈസ് ഈക്വൽ ടു മൈനസ് k ഇൻറ്റു ഇത് സ്മോൾ k ആണെങ്കിൽ ഇത് ക്യാപിറ്റൽ K, രണ്ട് K ആണ്. സൈൻ അപ്പുറത്തോ അപ്പുറത്തോ എഴുതാം, മാത്തമാറ്റിക്കലി കുഴപ്പമില്ല. ടെമ്പറേച്ചർ ഓഫ് ബോഡി മൈനസ് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ്. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് കൂടുതലായും എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലങ്ങളുടെ രീതി നോക്കിയാൽ ഈ ഇക്വേഷനാണ് പ്രോബ്ലം ചെയ്യാൻ ഉപകരിക്കും. ഓക്കെ, ദെൻ കൂളിങ്ങിൻ്റെ ഗ്രാഫ് നോക്കണം. കൂളിംഗ് കർവ് വരയ്ക്കാൻ ചോദിക്കും. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ആണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ടൈമാണ്, അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂളിംഗ് കർവ് ഇങ്ങനെ ആയിരിക്കും. കൂളിംഗ് കർവ് വരയ്ക്കാൻ ചോദിക്കും. ആദ്യം ടെമ്പറേച്ചർ നന്നായി കുറയും, പിന്നെ അത്ര കുറയില്ല, പിന്നെ അത്രയും കുറയില്ല, അങ്ങനെ പോകും. കൂളിംഗ് കർവ് വരയ്ക്കാൻ എക്സാമിന് ചോദിക്കും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ലിമിറ്റേഷൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞ വർഷം. എന്താ ലിമിറ്റേഷൻ പറ? സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് വലിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ ഈ ലോ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസിന് മാത്രമേ ആപ്ലിക്കബിൾ ആവൂ. ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ സ്മോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സറൗണ്ടിങ്സ്. അതൊന്ന് ഓർത്തു വെക്കണം. സോ ഈ ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മറക്കരുത്, ഹീറ്റ് ടെമ്പറേച്ചർ തമ്മിലുള്ള ഡിഫറൻസ്, ടെമ്പറേച്ചർ അളക്കുന്ന വ്യത്യസ്ത സ്കെയിലുകൾ, ഒന്നിന് മറ്റൊന്നിലേക്കുള്ള കൺവെർഷൻ, തെർമൽ എക്സ്പാൻഷൻ, അവിടെ തന്നെ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് കപ്പാസിറ്റി മുതലായ കുറേ ടേമുകൾ, അതിൻ്റെ ഫോർമുല ഡിഫൈൻ ചെയ്ത് പഠിക്കണം, യൂണിറ്റ് പഠിക്കണം. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൻ്റെ ഗ്രാഫ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലെ വ്യത്യസ്ത പ്രോസസ്സുകൾ, അത് നടക്കുന്ന ടെമ്പറേച്ചറിൻ്റെ പേര്, ലാറ്റന്റ് ഹീറ്റ്, 2 തരം ലാറ്റന്റ് ഹീറ്റുകൾ, പിന്നെ അത് കഴിഞ്ഞ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പ്രഷറുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന 3 പ്രധാന മെത്തേഡുകൾ, അതോടൊപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗും എല്ലാം ക്ലിയർ ആയി കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കൃത്യമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇനി തുടർന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഓക്കെ, നമ്മളിനി ഈ ചാപ്റ്ററിലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ഈ 10ാമത്തെ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അതോടൊപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി ടേബിൾ. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, കെൽവിൻ സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. ഓരോ സ്കെയിലിലെയും ടെമ്പറേച്ചറുകൾ. അപ്പോൾ സ്റ്റീം പോയിന്റ്, ഐസ് പോയിന്റ്സ്, അബ്സല്യൂട്ട് 0. അത് നോക്കി നോക്കൂ. സ്റ്റീം പോയിന്റ് എന്നത് കെൽവിൻ സ്കെയിലിൽ 373.15 കെൽവിനാണ്. സെൽഷ്യസ് സ്കെയിലിൽ എത്രയാ സ്റ്റീം പോയിന്റ് പറഞ്ഞാൽ 100 ഡിഗ്രി അല്ലേ? വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി. ഐസ് പോയിന്റ് എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലിൽ 0 ഡിഗ്രിയാണ്. എന്നാൽ അത് കെൽവിൻ സ്കെയിലിൽ എത്ര? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 273 കെൽവിൻ എന്നല്ലേ? ഓക്കെ, ദെൻ അതേപോലെ ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയാണ്? ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയാണ് പറ? 32 ഡിഗ്രി ഫാരൻഹീറ്റ്. മറക്കരുത്, ഈ വാല്യൂസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ബൈഹാർട്ടാക്കിയാൽ നന്നായി. ഇനി ബൈഹാർട്ടാക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഒരു സ്കെയിലിൽ ടെമ്പറേച്ചർ കിട്ടിയാൽ അടുത്തത് എങ്ങനെ കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് അറിയാലോ. അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിൽ 0 കെൽവിനാണ്. എന്നാൽ സെൽഷ്യസ് സ്കെയിലിൽ എത്ര? -273 എഴുതിയാൽ മതി, അല്ലെങ്കിൽ 273.15 എന്നും എഴുതും. അത്രയും ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ സ്കെയിലിലെയും
ഐസ് പോയിന്റ്, സ്റ്റീം പോയിന്റ്, അബ്സല്യൂട്ട് സീറോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദി കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ് ആർ മെയിൻലി ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോള്യൂം എക്സ്പാൻഷൻ. നമ്മൾ ആൽഫ എൽ, ആൽഫ എ, ആൽഫ വി എന്ന് എടുത്തത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ആൽഫ ബീറ്റ ഗാമ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ആൽഫ ബീറ്റ ഗാമ? എന്താ റേഷ്യോ പറ? 1:2, 2:3. ഓക്കെ. ഇൻവാർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെൻഡുലം ഓഫ് ക്ലോക്സ്. വൈ? നമ്മൾ തിയറിയിൽ പറഞ്ഞു ഇൻവാറിന് ആൽഫ എല്ലിൻ്റെ വാല്യൂ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് പെൻഡുലം ക്ലോക്കിൻ്റെ ആ വർക്കിംഗ് പ്രോപ്പറായി നടക്കും, സ്ലോ ആവില്ല. യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, എ ബോഡി കൂൾസ് ഫ്രം 80 ഡിഗ്രി സെൽഷ്യസ് ടു 50 ഡിഗ്രി സെൽഷ്യസ് ഇൻ 5 minutes. Calculate the time taken to cool from 60 degree Celsius to 30 degree Celsius. The temperature of surrounding is 20 degree Celsius. അതായത് ഒരു ബോഡി 80 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രിയിലേക്ക് തണുക്കാൻ 5 മിനിറ്റാണ് എടുക്കുക. അങ്ങനെയെങ്കിൽ അത് 60 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രിയിലേക്ക് തണുക്കാൻ എത്ര സമയം എടുക്കും? സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ആണെങ്കിൽ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 കേസുകളാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കേസ്, ബോഡിയുടെ ടെമ്പറേച്ചർ 80 നിന്ന് 50 തണുക്കുക. ആദ്യം നിങ്ങൾ കൂളിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഫോർമുല പഠിപ്പിച്ചെന്ന് ഓർത്ത് വെക്കുക. ബോഡിയുടെ ടെമ്പറേച്ചറിലെ ചേഞ്ച്, ആ ചേഞ്ചിന് വേണ്ടി എടുക്കുന്ന ടൈം ഈക്വൽ ടു മൈനസ് കോൺസ്റ്റന്റ് ഇൻറ്റു ബോഡി ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 2 കേസുകളിൽ ഇക്വേഷൻ ഉണ്ടാക്കുക. ഫസ്റ്റ് കേസ്, ബോഡിയുടെ ടെമ്പറേച്ചറിലെ ചേഞ്ച് 80 നിന്ന് 50 കുറഞ്ഞാൽ 30 അല്ലേ? ആ ചേഞ്ചിന് വേണ്ടി എടുക്കുന്ന സമയം 5 മിനിറ്റ് അല്ലേ? is equal to constant k into, ശ്രദ്ധിക്കണം, ഇനി ടെമ്പറേച്ചർ ഓഫ് ബോഡി എന്ന ടെമ്പറേച്ചർ ഓഫ് ബോഡി എന്ന് പറയുമ്പോൾ അവിടെ 80 നിന്ന് 50 ടെമ്പറേച്ചർ കുറയല്ലേ? അപ്പോൾ അവിടെ 80ഉം 50ഉം അല്ല എടുക്കേണ്ടത്, പിന്നെയോ ആവറേജ് ടെമ്പറേച്ചർ 80ൻ്റെയും 50ൻ്റെയും ആവറേജ് എത്ര പറ? 80 നിന്ന് 50 കുറയാം. അപ്പോൾ 80 + 50 എന്ന് പറയുമ്പോൾ 130. 130/2 എന്ന് പറയുമ്പോൾ 70. എത്രയാണ്? 130/2 എന്ന് പറയുമ്പോൾ 65. ഓക്കെ, അപ്പോൾ 65 ആണ് ആവറേജ് ടെമ്പറേച്ചർ. മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ എത്ര? 20. ഓക്കെ, അങ്ങനെ 30/5 എന്ന് പറയുമ്പോൾ 6 ആണ്. ഇവിടെ 65 - 20 പറഞ്ഞാൽ 45 ആണ്. സോ -45K എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 അങ്ങനെ ഇരിക്കട്ടെ. ദെൻ സെക്കൻഡ് കേസിലേക്ക് വരാം. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ടെമ്പറേച്ചർ 60 നിന്ന് 30 അല്ലേ കുറയണത്? അപ്പോൾ ഡിഫറൻസ് 30. അതിനു വേണ്ടി എടുക്കുന്ന ടൈമാണ് കണ്ടെത്തേണ്ടത്. ഇസ് ഈക്വൽ ടു -K ഇൻറ്റു ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് എടുക്കണം. 60ൻ്റെയും 30ൻ്റെയും ആവറേജ് 60 + 30/2 എന്ന് പറയുമ്പോൾ 45 ആണ്. 45 - 20. 45 - 20 സറൗണ്ടിങ് ടെമ്പറേച്ചർ 20. അപ്പോൾ 30/dt ഈസ് ഈക്വൽ ടു 45 - 20 എന്ന് പറഞ്ഞാൽ 45 - 20 എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ -25K എന്നായി. ഓക്കെ, നമുക്ക് ഒരു 5 വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 വെച്ച് കട്ട് ചെയ്താൽ 6 വരും, ഇവിടെ 5 വരും. അപ്പോൾ 6/dt ഈസ് ഈക്വൽ ടു -5K എന്നായി. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അങ്ങനെ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് പറ 6 ആണ്. ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡോ 6/dt എന്നാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1ൻ്റെ റൈറ്റ് സൈഡ് -45K എന്നാണ്. ഇവിടെ റൈറ്റ് സൈഡ് -5K എന്നാണ്. K കട്ട് ചെയ്തു, മൈനസ് കട്ട് ചെയ്തു. അതേപോലെ 5ഉം 45ഉം കിട്ടുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ 9 ആയി. ഇവിടെ 6 കട്ട് ചെയ്തു. അപ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ dt മേലോട്ട് വരും. dt ഇസ് ഈക്വൽ ടു 9 എന്ന ആൻസർ, 9 മിനിറ്റ്സ് എന്ന ആൻസർ വരും. അപ്പോൾ ശ്രദ്ധിക്കണം, 80 നിന്ന് 50 എത്താൻ എടുത്തത് ഈ എത്രയാ പറയുക 5 മിനിറ്റ് ആണെങ്കിൽ 60 നിന്ന് 30 എത്താൻ എത്ര സമയം എടുക്കുന്നു? 9 മിനിറ്റ് എടുക്കുന്നു എന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യു ആർ ഇൻ എ റെസ്റ്റോറൻറ്റ് വെയിറ്റിംഗ് ഫോർ യുവർ ഫ്രണ്ട് ആൻഡ് ഓർഡേർഡ് കോഫി. It has arrived. Do you add sugar in your friend's coffee and then wait for him, or do you add sugar after he arrives? Explain with respect to the concept of cooling. നിങ്ങൾ സുഹൃത്തിനുള്ള കോഫി ഓർഡർ ചെയ്ത് സുഹൃത്തിനെ കാത്ത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. പക്ഷെ കോഫിയിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. പഞ്ചസാര സെപ്പറേറ്റ് കൊണ്ടുവന്ന് വെച്ചതായിരിക്കാം, എന്തോ ആവട്ടെ. സുഹൃത്തിൻ്റെ കോഫിയിൽ പഞ്ചസാര ഇട്ട് സുഹൃത്തിനെ കാത്തിരിക്കുമോ, അതോ സുഹൃത്ത് വന്നതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യുമോ?
എന്തിനു വേണ്ടി? സുഹൃത്ത് വന്ന് കോഫി കുടിക്കുമ്പോഴും ആ ഫ്രണ്ടിന് മിതമായൊരു ചൂടോട് കൂടി ആ കോഫി കുടിക്കാൻ പറ്റണം. അതിന് ഏതാണ് നല്ലത്? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓർമ്മിക്കുക, ചൂടുവെള്ളത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാൽ ടെമ്പറേച്ചർ കുറയില്ലേ എന്നതുപോലെ ചൂടുവെള്ളത്തിലേക്ക് ആ പഞ്ചസാര തണുത്ത ബോഡിയാണ്. അപ്പോൾ ആ പഞ്ചസാര കോഫിയിലേക്ക് ഇട്ടാൽ കോഫിയുടെ ടെമ്പറേച്ചർ ഒന്ന് കുറയും. നോക്കട്ടെ, കോഫിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, കോഫിയുടെ ടെമ്പറേച്ചർ നേരത്തെ 80 ഡിഗ്രി ആയിരുന്നു എന്ന് വിചാരിക്കുക. സറൗണ്ടിങ് ടെമ്പറേച്ചർ 20. പഞ്ചസാര ഇതിലേക്ക് ഇട്ടാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞിട്ട് ഒരു 70 ആയി വിചാരിക്കുക. അപ്പോൾ പഞ്ചസാര ഇട്ടാൽ കോഫിയുടെ ടെമ്പറേച്ചർ ഒന്ന് കുറയും. അപ്പോൾ സിസ്റ്റവും ഈ ബോഡിയും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസും കുറയും. ഓക്കെ, പഞ്ചസാര ഇട്ട് വെച്ചാൽ കോഫിയുടെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസും കുറയും. ടെമ്പറേച്ചർ ഡിഫറൻസ് കുറഞ്ഞാൽ കൂളിംഗ് സ്ലോ ആവും. എന്നാൽ പഞ്ചസാര ഇടാതെ വെച്ചാലോ, അപ്പോൾ പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടും. 80ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് 60. എന്നാൽ പഞ്ചസാര ഇട്ടാലോ 70ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് 50. അപ്പോൾ പഞ്ചസാര ഇട്ട് വെച്ചാൽ ബോഡിയുടെ ആ കോഫിയുടെ ടെമ്പറേച്ചർ കുറയും, ടെമ്പറേച്ചർ ഡിഫറൻസ് കുറയും, കൂളിംഗ് സ്ലോ ആകും. പഞ്ചസാര ഇടാതെ വെച്ചാലോ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടും. ഓക്കെ, അപ്പോൾ കൂളിംഗ് ഫാസ്റ്റ് ആവും. അപ്പോൾ എന്താണ് നല്ലത് പറയും? പഞ്ചസാര ഇട്ടു സുഹൃത്തിനെ കാത്തിരിക്കുകയാണ് കൂടുതൽ ചൂട് നിലനിർത്താൻ നല്ലത് എന്നതാണ് ആൻസർ. ഓക്കെ, then go to the next question. Calculate the energy needed to change 0.5 gram of water into steam at 100 degrees Celsius. Latent heat of vaporization of water is 22.6 into 10 raised to 5 joule per kilogram. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? എനർജി നീഡഡ് ടു ചേഞ്ച് 0.5 gram ഓഫ് വാട്ടർ ഇൻ ടു സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് 0.5 gram വാട്ടറിനെ കംപ്ലീറ്റ്ലി സ്റ്റീം ആക്കി മാറ്റാൻ വേണ്ട ഹീറ്റ് എത്ര? എനർജി എത്ര എന്ന് വെച്ചാൽ ഹീറ്റ് എനർജി എത്ര? ലാറ്റന്റ് ഹീറ്റ് തന്നിട്ടുണ്ട്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കാണാനുള്ള ഫോർമുല പറയൂ. ഡെൽറ്റ ക്യൂ ബൈ എം എന്നല്ലേ? അപ്പോൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന്റെ ഫോർമുലയിൽ നിന്ന് ഡെൽറ്റ ക്യൂ നമുക്ക് എങ്ങനെ കാണാം? എം ഇൻറ്റു എൽ വി. ഓക്കെ, എം ഇൻറ്റു എൽ വി. എം എത്ര? മാസ് 0.5 gram ആണ്. ഗ്രാമിനെ കിലോഗ്രാമൊക്കെ മാറ്റാൻ 10 raised to -3. പിന്നെ 22.6 ഇൻറ്റു 10 raised to 5. അപ്പോൾ ആദ്യം ഈ 0.5ഉം 22.6ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 22.6 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? നമുക്ക് കിട്ടുന്ന ആൻസർ 11.3 എന്നാണ്. ഇൻറ്റു 10 raised to -3 + 5 എന്ന് പറയുമ്പോൾ 2 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇത്രയും ജൂൾ ഹീറ്റാണ് 0.5 gram വെള്ളത്തെ കംപ്ലീറ്റ്ലി സ്റ്റീം ആക്കി മാറ്റാൻ വേണ്ട ഹീറ്റ്. Okay, go to the next question. A hole is drilled in a copper sheet. The diameter of the hole is 4.24 centimeter at 27 degrees Celsius. What is the change in diameter of the hole when it is heated to 227 degrees Celsius? Coefficient of linear expansion of copper is 1.7 into 10 raised to -5 per degree Celsius. അതായത് ഒരു കോപ്പർ ഷീറ്റ്, ആ കോപ്പർ ഷീറ്റിനകത്ത് ഒരു ഹോൾ ഇങ്ങനെ ഡ്രില്ല് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഹോള്, അത്രയും ഈ ഹോൾ ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഹോളിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 4.24 സെൻറ്റിമീറ്റർ ആണ് 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ. എന്നൊരു ചോദ്യം എന്താ? അങ്ങനെയെങ്കിൽ 227 ഡിഗ്രി വരെ ചൂടാക്കിയാൽ ഈ ഡയാമീറ്ററിലെ ചേഞ്ച് എന്താണ്? ചേഞ്ച് ഇൻ ഡയാമീറ്റർ. ആദ്യം ഓർമ്മിക്കുക, ഡയാമീറ്റർ എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കാണേണ്ടത്. ആൽഫ എൽ തന്നിട്ടുണ്ട്. എന്താണ് ആൽഫ എൽ കാണാനുള്ള ഫോർമുല പറ? ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ ഡയാമീറ്റർ ചോദിച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത് കാണാൻ ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. പറയും ആൽഫ എല്ലിൻ്റെ വാല്യൂ 1.7 ഇൻറ്റു 10 raised to -5. ഒറിജിനൽ ലെങ്ത് അത് എത്രടാ? 4.24 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത്. അത് സെന്റിമീറ്റർ ആണ്, മീറ്ററിലേക്ക് മാറ്റണം. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 27 ഡിഗ്രിയിൽ നിന്ന് 227ലേക്കാണ് കൂടിയത്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 200 അല്ലേ? ഓക്കെ, 200 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 200 കെൽവിൻ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സെൽഷ്യസ് പറഞ്ഞാലും കെൽവിനിൽ പറഞ്ഞാലും ഒരേ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമുക്കിതിനെ 200നെ 2 ഇൻറ്റു 10² എന്നെഴുതാം. അപ്പോൾ ആരൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് പറയും? 1.7, 4.24, അതേപോലെ 2. അത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1.7 ഇൻറ്റു 4.24 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 14.5
416 എന്ന് കിട്ടുന്നു. ഇൻറ്റു 10 റൈസ് ടു -5 -2 -7 -7 + 2 -5. ഓക്കെ, അപ്പോൾ 14.414 എന്ന് കിട്ടുന്നു. 14.416 ഇൻറ്റു 10 റൈസ് ടു -5 മീറ്റർ എന്ന് കിട്ടുന്നു. ഓക്കെ, ശരി. ദെൻ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ചോളൂ. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഫ്ലോസ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി ഡ്യൂ ടു എന്ത് ഡിഫറൻസ് കാരണമാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്? പറ. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് ഹീറ്റ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ദെൻ SI യൂണിറ്റ് ഓഫ് ഹീറ്റ്, ഹീറ്റിൻ്റെ SI യൂണിറ്റ് എന്താ പറയുക? ജൂൾ. CGS യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ ഹീറ്റ് കണ്ടന്റ്, ആവറേജ് കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി ഓഫ് മോളിക്യൂൾ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് മോളിക്യൂൾ. പഠിക്കുക, ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹീറ്റ് ആണ്. ആവറേജ് കൈനറ്റിക് എനർജിയുടെ ഒരു അളവാണ് ടെമ്പറേച്ചർ എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ, സംശയമില്ല, നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയി ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. കെൽവിനാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. Then which of the following is a correct relation between Celsius and Kelvin? സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? സെൽഷ്യസ് തന്നതിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ കെൽവിനിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സെൽഷ്യസിലെ ടെമ്പറേച്ചർ +273, മൈനസ് അല്ല, ഇൻറ്റു അല്ല, ഡിവിഷനും അല്ല. Then next question, amount of heat required to rise the temperature of a body depends on. Amount of heat required to rise the temperature of a body depends on. നോക്ക്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഫോർമുല ΔQ ബൈ M ΔT എന്നല്ലേ? അപ്പോൾ ΔQ ഇസ് ഈക്വൽ ടു S ഇൻറ്റു M ഇൻറ്റു ΔT. ഓക്കെ, ഇതാണ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ ബോഡി എന്നത്. അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ എസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. എസ് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അത് ഓരോ മെറ്റീരിയലിനും ഓരോന്നാണ്. അപ്പോൾ മാസ് ഓഫ് ദി ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? പറ. ഓൾ ഓഫ് ദീസ്, എല്ലാം ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The specific heat capacity of a substance is defined as the heat required to. Specific heat capacity definition പറ. Heat required to rise the temperature of unit mass. 1 കിലോഗ്രാമിനെയാണ് യൂണിറ്റ് മാസ് എന്ന് പറയുന്നത്. Temperature of unit mass by 1 degree Celsius. Okay. Then next question. SI unit of specific heat capacity. നമ്മൾ നേരത്തെ തിയറിയിൽ പറഞ്ഞതാണ് ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. അതാണ് SI യൂണിറ്റ്. Then water has a high specific heat capacity. This property makes it suitable for. വെള്ളത്തിന് വലിയ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണുള്ളത്. അത് കാരണം വെള്ളം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പറ. കൂളൻ്റ് ഇൻ എൻജിൻ. അതേപോലെ ഹോട്ട് വാട്ടർ ബാഗുകളിൽ ഹീറ്ററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓപ്ഷനിൽ എന്തായിട്ട് ഉപയോഗിക്കുന്നു? കൂളൻ്റ് ഇൻ എൻജിൻ. ഓക്കെ. ദെൻ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ ആവശ്യമായ ഹീറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ, അതായത് മെൽറ്റിങ്ങും ബോയിലിങ്ങിനൊക്കെ ആവശ്യമായ ടെമ്പറേച്ചർ, ആവശ്യമായ ഹീറ്റ്. ആ മെൽറ്റിങ്ങും ബോയിലിങ്ങും ഒക്കെ നടക്കുമ്പോൾ ടെമ്പറേച്ചറിനൊരു ചേഞ്ചും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ട ഹീറ്റിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയാം. ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. SI യൂണിറ്റ് ഓഫ് ലാറ്റന്റ് ഹീറ്റ്. ലാറ്റന്റ് ഹീറ്റിന്റെ SI യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം. ഓർമ്മല്ലേ? ΔQ ബൈ M എന്നല്ലേ? അപ്പോൾ ലാറ്റന്റ് ഹീറ്റിന്റെ SI യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം. ഡ്യൂറിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്, ടെമ്പറേച്ചർ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുമ്പോൾ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടോ? മെൽറ്റിങ്ങും ബോയിലിംഗും ഒക്കെ നടക്കുമ്പോൾ ടെമ്പറേച്ചറിന് യാതൊരു ചേഞ്ചും ഇല്ല. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നത് ഇറ്റ് ഈസ് ദി ഹീറ്റ് റിക്വയർഡ് ടു. എന്തിനുള്ള ഹീറ്റ്? ലാറ്റന്റ് ഹീറ്റ് കൺവെർട്ട് യൂണിറ്റ് മാസ് 1 കിലോഗ്രാം ലിക്വിഡ് ഇൻറ്റു സോളിഡ് ആണോ? അല്ല, ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റാനാ. കൺവെർട്ട് യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് ഇൻറ്റു ലിക്വിഡ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഇതാ കറക്റ്റ് ആൻസർ. ഓക്കെ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നത് കൺവെർട്ട് യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് ഇൻറ്റു ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് ഇൻറ്റു ഗ്യാസ് ആകാം. പക്ഷെ ഇവിടെ ലിക്വിഡ് ഇൻറ്റു സോളിഡാണ്. ഓക്കെ. അപ്പോൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൺവെർട്ട് യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് ഇൻ ടു ലിക്വിഡ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ് ഈസ് ഡ്യൂ ടു.
സോളിഡുകളുടെ തെർമൽ എക്സ്പാൻഷന് കാരണം ഇൻക്രീസ് ഇൻ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ്, മോളിക്യൂളുകൾ തമ്മിലുള്ള അകലം കൂടുന്നതാണ് ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പാൻഷന് കാരണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എല്ലിന്റെ യൂണിറ്റ് എന്ത് എന്നാണ്. ആൽഫ എൽ, ആൽഫ എ, ആൽഫ വി എല്ലാത്തിൻ്റെയും യൂണിറ്റ് എന്താ പറ? കെൽവിൻ റൈസ് ടു -1. ഓക്കെ. Then among solids, liquids and gases, maximum expansion for same temperature rise. സോളിഡ് ലിക്വിഡും ഗ്യാസ് കൊടുത്താൽ കൂടുതൽ എക്സ്പാൻഷൻ ഉണ്ടാവുക ആർക്കാണ് പറ? ഗ്യാസുകൾക്കാണ് കൂടുതൽ. സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ് വെച്ചാൽ സെയിം രീതിയിൽ ചൂടാക്കിയാൽ ഗ്യാസുകൾക്കാണ് കൂടുതൽ എക്സ്പാൻഷൻ ഉണ്ടാവുക. ദെൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഒക്യൂഴ്സ് ഇൻ ടെമ്പറേച്ചർ റേഞ്ച്. വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ നടക്കുന്നത് ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് പറ? 0 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ നടക്കുന്നത്. ഓക്കെ. ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ ടേക്സ് പ്ലേസ്. കണ്ടക്ഷൻ വഴിയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് പ്രധാനമായും എവിടെയാണ്? സോളിഡിലാണ്. സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും കണ്ടക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമെങ്കിലും മെയിൻലി ഒക്യൂർ ചെയ്യുന്നത് സോളിഡിലാണ്. മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ലാത്ത ഹീറ്റ് ട്രാൻസ്ഫറിങ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം റേഡിയേഷൻ ആണ്. കണ്ടക്ഷനും കൺവെക്ഷനും മീഡിയം ആവശ്യമുണ്ട്. ദെൻ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ബൈ കണ്ടക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ. നമ്മൾ നേരത്തെ പറഞ്ഞു റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എച്ച് ആണ്. എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ TH - TC ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ലെങ്ത്. ഇതൊക്കെ പറഞ്ഞു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതേപോലെ ടെമ്പറേച്ചർ ഡിഫറൻസ്, പിന്നെ നേച്ചർ ഓഫ് മെറ്റീരിയൽ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുത്താൽ കോൺസ്റ്റന്റ് K വരും. ആ K എന്നുള്ളത് ആ മെറ്റീരിയൽ മാറും. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നേച്ചർ ഓഫ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓൾ ഓഫ് ദീസ് എന്നതാണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ. സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അവസാനം കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ.